ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പെർത്ത് ഇന്ത്യൻ ക്രിസ്ത്യൻ ബ്രദറിനും ശാലോം ഗോസ്പൽ മിനിസ്ട്രീസ് കണ്ണൂരും സംയുക്തമായി നടത്തുന്ന സംഗീത പരിപാടിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിലുള്ള സ്നേഹവന്ദനം ആദ്യമായി അറിയിക്കുകയാണ്. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. യാതൊരുവിധമായ സാങ്കേതിക പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ നേരിടാതെ ആദ്യോടന്തം ഈ മീറ്റിംഗ് അനുഗ്രഹമായി നടക്കുന്നതിനും ഗാനങ്ങൾ ആലപിക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് ആവശ്യമായിരിക്കുന്ന ദൈവകൃപ ലഭിക്കുന്നതിനും അതുപോലെ പി ജെ ആന്റണിയെ കുറിച്ചുള്ള സാക്ഷ്യം പങ്കുവെക്കുകയും ദൈവവചന സന്ദേശം നൽകുകയും ചെയ്യുന്ന കർത്താവിന്റെ ദാസന് വേണ്ടി, ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസന് വേണ്ടി, അതുപോലെ ഇതിൽ ജോയിൻ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് തടസ്സം ഒന്നും നേരിടാതെ ജോയിൻ ചെയ്യുവാനും നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. ഇപ്പോൾ ന്യൂയോർക്കിലായിരിക്കുന്ന പ്രിയ ഫിലിപ്പ് ജാൻ പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ സ്വർഗീയ പിതാവേ, അടിയങ്ങൾക്ക് വിലപ്പെട്ട സമയത്തിനായിട്ട് തിരുനാമത്തിന് നന്ദിയോട് സ്തോത്രം. ലോകത്തിന്റെ വിവിധ സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് അവിടുത്തെ മക്കൾ എന്നുള്ള പദവിയോടും അവകാശത്തോടും കൂടി ഇന്നും അവിടുത്തെ സന്നിധിയിലായിരിക്കാനും ഞങ്ങൾക്ക് കർത്താവിനെ പാടി സ്തുതിക്കുവാനും അനുഗ്രഹീതമായ സാക്ഷ്യങ്ങൾ കേൾക്കുവാനും അവിടുത്തെ അതേ കേൾക്കുവാനും ഒക്കെ തന്ന സമയത്തിനായിട്ട് തിരുനാമത്തിന് നന്ദിയോട് സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നിന്റെ മക്കളാകുന്ന അടിയങ്ങളെ ലോകത്തിന്റെ വിവിധ സ്ഥാനങ്ങളിൽ അവിടുന്ന് കാത്തു സൂക്ഷിച്ച് പരിപാലിച്ചു. എല്ലാ പ്രതികൂലങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നോളം വിടുവിച്ചു. നന്ദിയോട് സ്തോത്രം. നന്ദിയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാത്താന്റെ അടിമത്തത്തിൽ നിന്ന് അടിയങ്ങളെ അവിടുന്ന് വിടുവിച്ചു. നന്ദിയോട് സ്തോത്രം. അടിയങ്ങൾക്ക് ഓർക്കുവാൻ കഴിയുന്നത് മിസ്രയീമിൽ അടിമകളായിരുന്ന ഇസ്രായേൽ ജനത്തെ ആ അടിമത്തിൽ നിന്ന് വിടുവിച്ച് ചെങ്കടൽ കടത്തി അവരെ മനോഹരമായ കനാൻ ദേശത്തെത്തിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ചെങ്കടൽ കടന്നതായ ദൈവജനം മോശയും അതേ ഇസ്രായേൽ മക്കളും വലിയവനായ ദൈവത്തിന് നന്ദിയോടുകൂടി ദൈവത്തെ പാടി സ്തുതിച്ചു. എന്റെ ബലവും എന്റെ ഗീതം യഹോവയത്രേ, ഞാൻ യഹോവയ്ക്ക് പാട്ടുപാടും, അവൻ മഹോന്നതൻ, അവൻ എനിക്ക് രക്ഷയായി തീർന്നു. അടിയങ്ങൾക്ക് അതാണ് ഓർക്കുവാനുള്ളത്. പാപാന്താരത്തിൽ ഞങ്ങളെ വിടുവിച്ച് കർത്താവേ അവിടുത്തെ സന്നിധിയിൽ അവിടുത്തെ മക്കളാക്കി അടിയങ്ങളെ തീർത്തല്ലോ. അവിടുത്തെ വിശ്വസ്തക്കായുടെ സ്തോത്രം. നന്ദിയോടുകൂടി ഇന്നും അവിടുത്തെ പാടി സ്തുതിക്കുവാൻ കർത്താവ് തന്ന അവസരത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം. ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരങ്ങൾ തരുന്നു. വേണ്ടതായ ദൈവകൃപ അവിടെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവിന്റെ ദാസൻ പി ജെ ആന്റണി കർത്താവ് ദീർഘവർഷങ്ങൾ ഔദ്യോഗിക ജോലിയോട് ബന്ധത്തിൽ ബഹറിലായിരുന്നു. അവിടുന്ന് ആയിരുന്ന സമയങ്ങളിലൊക്കെയും കർത്താവിന്റെ ശുശ്രൂഷകളിൽ കർത്താവെ അത് അനുഗ്രഹമായ ശുശ്രൂഷ ചെയ്യുവാനും അവിടുത്തെ തന്റെ തോലിയിൽ നിന്നും മനോഹരമായ ഗാനങ്ങൾ അത് കർത്താവ് എഴുതി അത് ദൈവജനത്തിന് അനുഗ്രഹത്തിനും അതേ കാരണമായി തീരുവാനും കർത്താവ് കഴിഞ്ഞ കാലങ്ങളിലൂടെ ഇടയാക്കിക്കൊണ്ട് നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആ ഗാനങ്ങൾ ഇന്ന് കേട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് തന്ന അവസരത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം. തന്റെ മകനകശിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ അവിടുന്ന് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വേണ്ടതായ കൃപയും ബലവും അവിടെ നൽകുന്നത് പ്രാർത്ഥിക്കും. അതുപോലെ സഹോദരൻ ജോബി ജോണിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സാക്ഷ്യവും അതുപോലെ ദൈവജനത്തിലുള്ള അതേ ആലോചനകൾക്ക് ഞങ്ങൾക്ക് നൽകി നടണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഹോദരൻ റിജോയും അതുപോലെ സോമംബറിനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കും വേണ്ടതായ ധാരാളമായ കൃപകൾ നൽകി നടത്തണം. കർത്താവെ നന്ദിയോട് സ്തോത്രം. ഗാനങ്ങൾ ആലപിക്കുന്ന പ്രിയ നിന്റെ സഹോദരന്മാരെ എല്ലാവരും ഓർക്കുന്ന കർത്താവെ കഴിഞ്ഞ അനേക നാളുകളിലായി പ്രിയവീട്ടിൽ നിന്ന് കർത്താവെ അത് നല്ല ശബ്ദങ്ങൾ കേട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് അന്ന് അവസരങ്ങളെ ഓർത്ത് തിരുനാമത്തിന് നന്ദിയോട് സ്തോത്രം. ഞങ്ങൾ ഇന്ന് കൂടി വന്നത് ഏറ്റവും അനുഗ്രഹമായി എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് മടങ്ങുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് പല വിധത്തിലുള്ളതായ രോഗങ്ങളും ക്ലേശങ്ങളും കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വേർപാടിന് ദുഃഖം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വേണ്ടതായ ദിവ്യമായ സമാധാനവും ആശ്വാസത്തോടെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കട്ടെ. അവിടുത്തെ കൃപയിലെ കരുതണമേ, സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിന്റെ സ്തോത്രം. മാനവും മഹത്വത്തോടെ നടക്കണം. കർത്താവിന്റെ രക്ഷിതാവുമായ ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. കരുണയോടെ കേൾക്കുമാറാകണമേ. ആമീൻ. ദൈവത്തിന് സ്തോത്രം. എല്ലാ മാസത്തിന്റെയും അവസാനത്തെ ശനിയാഴ്ചകളിൽ നടത്തിവരുന്ന ഒരു സംഗീത ശുശ്രൂഷയാണ് ഇന്ന് മരുവിലെ അരുവികൾ എന്ന പേരിൽ ഈ സൂം മാധ്യമത്തിലൂടെ നടത്തപ്പെടുന്നു.
കഴിഞ്ഞ നാളുകളിലൊക്കെയും അനുഗ്രഹിക്കപ്പെട്ട നിരവധിയായിരിക്കുന്ന ശുശ്രൂഷകൾ നിർവഹിക്കാൻ സ്വർഗത്തിലെ ദൈവം അടിയങ്ങൾക്ക് കൃപ നൽകി. അനേക ദൈവദാസന്മാർ രചിച്ച ഗാനങ്ങൾ ആലപിക്കുവാൻ, അനേക ദൈവദാസന്മാരുടെ ദൈവവചന സന്ദേശങ്ങൾ ശ്രമിക്കുവാനും ഒക്കെയും ഈ ശുശ്രൂഷയിലൂടെ സാധിക്കുന്നു എന്നുള്ളതോർത്ത് ഞങ്ങൾ വലിയവനായിരിക്കുന്ന കർത്താവിന് സകല മഹത്വവും അർപ്പിക്കുകയാണ്. ഇന്ന് PJ ആന്റണി അങ്കിളിന്റെ അനേക ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടാണ് ഈ ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്നത്. അനേക നാളുകൾ ജോലിയുള്ള ബന്ധത്തിൽ വിവിധ സ്ഥലങ്ങളിലായിരിക്കുകയും തുടർന്ന് കോഴിക്കോടിന്റെ പ്രദേശത്ത് താമസിച്ചുകൊണ്ട് കർത്താവിന്റെ മഹത്വകരമായിരിക്കുന്ന വേലയിൽ ചൂട് കൊടുക്കുവാൻ കർത്താവ് എടുത്തുപയോഗിക്കുകയും ചെയ്ത കർത്താവിന്റെ ദാസനാണ് PJ ആന്റണി അങ്കിൾ. പ്രത്യേകിച്ച് മലബാറിൽ നിന്നും ഒരു ഗാന രചയിതാവ് എന്നുള്ള നിലയിൽ പ്രിയ PJ ആന്റണി അങ്കിളിനെ ഓർക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഏകദേശം 100-ലധികം ഗാനങ്ങൾ അദ്ദേഹത്തിൽ നിന്നും വിവിധമായിട്ടുണ്ട്. കൂടുതലായിരിക്കുന്ന കാര്യങ്ങൾ ദൈവദാസന്മാരിലൂടെ നമുക്ക് ശ്രമിക്കുവാനായിട്ട് കഴിയുന്നതാണ്. കർത്താവിന്റെ ദാസൻ ഈ ദിവസങ്ങളിൽ ശാരീരികമായി നല്ല ക്ഷേമമില്ലാത്ത അവസ്ഥയിൽ ഭവനത്തിൽ വിശ്രമിക്കുകയാണ്. പ്രിയ കർത്തദാസനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ധാരാളമായി സഹായിക്കട്ടെ. അദ്ദേഹം എഴുതിയ മനോഹരമായ ഏതാനും ഗാനങ്ങൾ ഇന്ന് ഈ സന്ധ്യാസമയത്തും നമുക്ക് കേൾക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുന്നതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. പെർത്ത് ഇന്ത്യൻ ക്രിസ്ത്യൻ ബ്രദറൻ എന്നുള്ളത് ഓസ്ട്രേലിയയിലെ പെർത്തിൽ മലയാളികളായ ബ്രദറൻകാർ ഒരുമിച്ച് കൂടുന്ന ഒരു കൂട്ടായ്മയാണ് പെർത്ത് ഇന്ത്യൻ ക്രിസ്ത്യൻ ബ്രദറൻ. അതിന്റെ ചുമതല വഹിക്കുന്ന കർത്താവിന്റെ ദാസൻ ജോൺ ചെറിയാൻ അങ്കിൾ. എപ്പോഴും ജോൺ ചെറിയാൻ അങ്കിൾ ഓസ്ട്രേലിയയിലെ പെർത്തിൽ ഇരുന്നു, ഞാനിവിടെ കണ്ണൂര് തളിപ്പറമ്പിൽ ഇരുന്നുമാണ് ഈ ശുശ്രൂഷകൾ നിർവഹിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് പ്രത്യേകമായി പറയുവാനുള്ളത്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഈ കണ്ണൂരിന്റെ പ്രദേശത്ത് തളിപ്പറമ്പിൽ എൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ഞങ്ങളായിരിക്കുകയാണ്. ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് ഇന്ന് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. ദൈവം ഇങ്ങനെ ഒരു കൃപ നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. പ്രിയ ജോൺ ചെറിയാനങ്ങളാണ് ഈ മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ അനേക വർഷങ്ങളായി ഈ സൂം മാധ്യമത്തിലൂടെ നിരവധിയായിരിക്കുന്ന ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട് ദൈവം അടിയങ്ങളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും സ്നേഹവും ആദ്യമായി അറിയിക്കുന്നതോടൊപ്പം പ്രിയ കുടുംബത്തെ ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ശാലോം ഗോസ്ബൽ മിനിസ്ട്രീസ് എന്നുള്ളത് കണ്ണൂർ ജില്ലയിൽ ശ്രീകണ്ഠാപുരത്ത് സ്ഥലം സഭാ രൂപീകരണം ലക്ഷ്യമാക്കി ചെയ്യുന്ന ഒരു ടീം പ്രവർത്തനമാണ്. ആ പ്രവർത്തനങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം ധാരാളമായി നമ്മെ സഹായിക്കട്ടെ. ഇന്ന് ഈ ശുശ്രൂഷയിൽ ഗാനങ്ങൾ ആലപിക്കുന്ന പ്രിയപ്പെട്ടവര് ബ്രദർ ഷാലൻ വർഗീസ് ന്യൂയോർക്ക്, ബ്രദർ സജീവ് മാത്യു മെൽബൺ, ബ്രദർ ജോൺസ് തമ്പാൻ ന്യൂജേഴ്സി, ബ്രദർ ലിജോ ജോർജ് കാനഡ, ബ്രദർ പ്രമോദ് എസ് ജോൺ ദോഹ, ബ്രദർ ജെയിംസ് തോമസ് കൊച്ചിൻ, സിസ്റ്റർ ലിറ്റി ബെൻ ചെന്നൈ, സിസ്റ്റർ അനീമ ജസ്റ്റിൻ അയർലൻഡ് എന്നീ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരാണ്. പ്രിയപ്പെട്ടവരെ ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ പ്രിയ PJ ആന്റണി അങ്കിളിനെ കുറിച്ച് ചില നല്ല ഓർമ്മകൾ പങ്കുവെക്കുവാൻ, അതുപോലെ ദൈവവചന സന്ദേശം നമുക്ക് നൽകി തരുവാനായിട്ട് പ്രിയ PJ ആന്റണി അങ്കിളിന്റെ മകൻ ബഹ്റിൽ നിന്നും പ്രിയ ജോബി ജോൺ ബ്രദർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. പ്രിയ സഹോദരിയെയും ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും എല്ലാവരെയും ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവരെയും ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതനായ കർത്താവിന്റെ ദാസൻ അഗസ്റ്റിൻ കെ മാത്യു ആണ്. കാസർഗോഡ് ജില്ലയിലെ രാജപുരം എന്ന സ്ഥലത്ത് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ സഹോദരനായിരിക്കുമ്പോൾ തന്നെ ഗാന രചനയിലും ദൈവവചന പ്രഭാഷണത്തിലുമൊക്കെയും വളരെ ശ്രദ്ധേയനായിക്കൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ദാസനെ ഇന്ന് ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുവാൻ നമുക്ക് ലഭിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും തുടർന്നുള്ള ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്നതിന് വേണ്ടി കർത്താവിന്റെ ദാസനെ
ഞാൻ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ക്ഷണിക്കുകയാണ്. ദൈവനാമത്തിന് മഹത്വം. ഈ സന്ധ്യയുടെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾക്കായി ഞാൻ വലിയവനായ ദൈവത്തെ സ്തുതിക്കുന്നു. പെർത്ത് ഇന്ത്യൻ ക്രിസ്ത്യൻ ബ്രദറിനും ഷാലോം ഗോസ്പൽ മിനിസ്ട്രീസ് കണ്ണൂരും സംയുക്തമായി അവതരിപ്പിക്കുന്ന മരുവിലെ അരുവികൾ എന്ന PJ ആന്റണി സംഗീത സന്ധ്യയിലേക്ക് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആഗതരായ സഹോദരി സഹോദരന്മാർക്കും ഗാനങ്ങൾ ആലപിക്കുന്ന പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുലമായ നാമത്തിൽ സ്നേഹ അഭിവാദനങ്ങൾ. കഴിഞ്ഞ നാളുകളിൽ ഈ പ്ലാറ്റ്ഫോമിൽ നടത്തപ്പെട്ട സംഗീത സന്ധ്യകൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് അനുഗ്രഹം പകർന്നതുപോലെ കർത്തൃദാസൻ PJ ആന്റണി കോഴിക്കോട് രചിച്ച ഗാനങ്ങളുടെ അവതരണം ഇവിടെ നടക്കുമ്പോൾ ഈ സംഗീത സന്ധ്യയുടെ ശീർഷകം പോലെ മരുവിലെ അരുവികൾ ചുട്ടുപൊള്ളുന്ന നമ്മുടെ ജീവിത മരുഭൂമികളിൽ അദ്ദേഹത്തിന്റെ ഗാന കേൾവി നമ്മുടെ ജീവിതത്തിൽ അരുവിയിൽ നിന്നുള്ള ജലത്തിന്റെയും കുളിർമയുടെയും അനുഭവം പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മരുവിലെ അരുവികൾ എന്ന സംഗീത സന്ധ്യയിലേക്ക്. സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷ നിമിത്തം ചെയ്യുന്നു എന്ന അപ്പസ്തോലനായ പൗലോസിന്റെ വാക്കുകൾ നെഞ്ചിലേറ്റി തന്റെ യൗവനാരംഭം മുതൽ ഈ ജീവിത സായാഹ്നം വരെ സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി നിലകൊണ്ട പൂർണ്ണ സമയ വേലയ്ക്ക് വേർതിരിയാത്ത ദൈവത്തിന്റെ അത്യുത്സാഹിയായ വേലക്കാരൻ PJ ആന്റണി കോഴിക്കോട് അവറുകളുടെ സംഭവബഹുലമായ ജീവിത വഴികളിലെ പ്രധാന വാർത്തകൾ ചുരുക്കത്തിൽ ഗാനാവതരണത്തിന് മുമ്പായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തൃശൂർ നഗരത്തിന് സമീപം നെല്ലിക്കുന്നിൽ ബ്രദറൻ കുടുംബമായ പുതുക്കാട്ടുകാരൻ ഭവനത്തിൽ പരേതരായ ശ്രീ PA ജോൺ, ശ്രീമതി മറിയാമ്മ ജോൺ ദമ്പതിമാരുടെ 7 മക്കളിൽ മൂത്തവനായി 1937 ജൂൺ 7 PJ ആന്റണി ജനിച്ചു. ബാല്യ കൗമാര കാലഘട്ടങ്ങളും വിദ്യാഭ്യാസ ജീവിതവും തൃശൂരിൽ പൂർത്തീകരിച്ച അദ്ദേഹം തന്റെ ആത്മീയ ജീവിതത്തിന്റെ ബാലപാഠങ്ങൾ അഭ്യസിച്ചത് തൃശൂർ നെല്ലിക്കുന്ന് ബ്രദറൻ സഭയിൽ നിന്നായിരുന്നു. 13-ാം വയസ്സിൽ തന്റെ മാതാവിൽ നിന്നും സുവിശേഷം കേട്ട് പാപബോധമുണ്ടായ ആന്റണി യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ച് ഒരു ദൈവ പൈതലായി തീർന്നു. അന്നു തുടങ്ങി ഈ 88-ാം വയസ്സിലും ആത്മീയ കാര്യങ്ങളിൽ താൻ അത്യുത്സാഹിയായ തീത്തോസിനെ പോലെ കർത്താവിന് പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 1957 തന്റെ 20-ാമത്തെ വയസ്സിൽ ജോലിയോടുള്ള ബന്ധത്തിൽ കോഴിക്കോട് എത്തിച്ചേർന്ന PJ ആന്റണി കോഴിക്കോട് ബ്രദറൻ സഭ ശുശ്രൂഷകളിൽ സജീവമാവുകയും ആ കാലഘട്ടങ്ങളിൽ മലബാർ ഡിവിഷൻ YMEF-ന്റെ സെക്രട്ടറി ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്തു പോന്നു. 1964 മൂവാറ്റുപുഴയ്ക്ക് സമീപം പോത്താനിക്കാട് ചാത്തപറ്റം സ്വദേശിനി തങ്കമ്മ ചെമ്പകശ്ശേരി PJ ആന്റണിയുടെ ജീവിത സഖിയായി തീർന്നു. 3 ആൺമക്കളെ നൽകി ദൈവം അവരുടെ ദാമ്പത്യത്തെ അനുഗ്രഹിച്ചു. മൂത്ത മകൻ ജോബി ജോൺ ബഹ്റൈനിലും, 2ാമത്തെ മകൻ ബിജോ ആന്റണി കോഴിക്കോടും, ഇളയ മകൻ ജിജോ ആന്റണി അമേരിക്കയിലും കുടുംബങ്ങളായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 1977 ജോലിയോടുള്ള ബന്ധത്തിൽ ബഹ്റിനിലേക്ക് പോയ അദ്ദേഹം 1999 വരെ ബഹ്റിൻ മജ്ലിസ് ബിലീവേഴ്സ് ബ്രദറൻ അസംബ്ലിയുടെ ശുശ്രൂഷകന്മാരിൽ ഒരാളായി കർത്തൃസേവ ചെയ്തു. 1999 തിരികെ കോഴിക്കോട് മടങ്ങിയെത്തിയ അദ്ദേഹം കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ അസംബ്ലിയുടെ ഇടയ ശുശ്രൂഷകരിൽ ഒരാളായി കർത്തൃസേവയിൽ പ്രയോജനപ്പെടുന്നതിനോടൊപ്പം കേരളമെമ്പാടും വിശേഷിച്ച് മലബാറിന്റെ 6 ജില്ലകളിൽ ലഭ്യമായ എല്ലാ സാഹചര്യങ്ങളും ഉപയോഗിച്ച് സുവിശേഷത്തിനായി അധ്വാനിച്ചിട്ടുണ്ട് എന്ന് മലബാറിലെ ദൈവജനം വളരെ നന്ദിയോടും ആദരവോടും കൂടെ ഈ സമയം സ്മരിക്കുന്നു. തീവണ്ടികളിൽ ദീർഘദൂരം സഞ്ചരിച്ച് യാത്രക്കാരോട് സുവിശേഷം പങ്കുവയ്ക്കുന്ന ട്രെയിൻ ഇവാഞ്ചലിസവും കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും ജയിലറകളിൽ നിരാശപ്പെട്ട് കഴിയുന്ന തടവുകൊള്ളികളെ സന്ദർശിച്ച് അവരെ ദൈവത്തിന്റെ ദീർഘക്ഷമയെക്കുറിച്ചും യേശുക്രിസ്തുവിന്റെ രക്ഷയെക്കുറിച്ചും പങ്കുവെക്കുന്ന ജയിൽ ഇവാഞ്ചലിസവും മലബാറിന്റെ 1000-ലധികം ഗ്രാമമേഖലകളിൽ നടത്തിയ പരസ്യയോഗങ്ങളും PJ ആന്റണി എന്ന സുവിശേഷ സ്നേഹിയുടെ സുവിശേഷ ദാഹത്തിന്റെ അനന്തര ഫലങ്ങൾ ആയിരുന്നു.
1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട് 88-ാം വയസ്സിലേക്ക് പ്രവേശിച്ച ദൈവദാസൻ ഇപ്പോൾ ആഴ്ചയിൽ 2 വീതം ഡയാലിസിസിന് വിധേയപ്പെട്ട് ക്ഷീണിതനാണെങ്കിലും തന്റെ വാർദ്ധക്യം വിശ്രമരഹിതമായി തന്റെ ഏത് പ്രായത്തെക്കാളും അധികമായി, തന്റെ കൗമാരത്തെക്കാൾ, തന്റെ യൗവനത്തെക്കാൾ, എല്ലാത്തിനേക്കാളും അധികമായി തന്റെ വാർദ്ധക്യത്തിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തി എന്നത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. വാർദ്ധക്യത്തിൽ എല്ലാവരും വിശ്രമിക്കുന്നതിനായി പോകുമ്പോൾ ആ വാർദ്ധക്യം മുഴുവനും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തിയ ഒരു ദൈവഭക്തനാണ് PJ ആന്റണി അവറുകൾ എന്ന് പറയുന്നതിൽ ഈ ശുശ്രൂഷയുടെ അവതാരകൻ എന്നുള്ള നിലയിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. 204 ഗാനങ്ങൾ അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്ന് പിറവിയെടുത്തിട്ടുണ്ട്. ക്രൈസ്തവ സമൂഹം സഭാഭേദമന്യേ ആലപിക്കുന്ന അതിപ്രശസ്ത ഗാനം ഹാ മനോഹരം യാഹേ നിന്റെ ആലയം PJ ആന്റണിയുടെ തൂലിക ജന്മം നൽകിയതാണ്. കൊടുങ്കാറ്റടിച്ച് അല ഉയരും, കരുതുമാക്കരങ്ങൾ കാണുന്നു ഞാൻ എന്നീ പ്രസിദ്ധ രചനകളും കർത്താവിന്റെ ദാസൻ PJ ആന്റണിയുടേതാണ്. മരുവിലെ അരുവികൾ എന്ന ഗാനസമാഹാരം, കുരിശിലെ 7 മൊഴികൾ, ജർമ്മൻ മിഷണറിയായിരുന്ന സാമുവൽ ഹെബിക്കിന്റെ ജീവചരിത്രം, ജോസഫിന്റെ ജീവചരിത്രം, യേശുവിന്റെ ജീവചരിത്രം, എന്റെ ഓർമ്മകളും അനുഭവങ്ങളും, ലൂക്കോസിന്റെ 2 പുസ്തകങ്ങൾ തുടങ്ങിയ വിലയേറിയ കൃതികൾ PJ ആന്റണി എന്ന ദൈവദാസനിൽ നിന്നും ക്രൈസ്തവ സാഹിത്യത്തിന് ലഭിച്ചിട്ടുണ്ട്. ബഹ്റൈനിലെ മരുഭൂമിയുടെ ജീവിത ഉഷ്ണങ്ങളിൽ ക്രിസ്തീയ ഗാനങ്ങളുടെ നീരുറവിയായി ഉറവെടുക്കാൻ സ്വർഗത്തിലെ ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുത്ത 8 ഗാനങ്ങൾ മരുവിലെ അരുവികൾ എന്ന ശീർഷകത്തിൽ എർത്ത് ഇന്ത്യൻ ക്രിസ്ത്യൻ ബ്രദറൻ, ഷാലോം ഗോസ്പൽ മിനിസ്ട്രീസ് കണ്ണൂർ സംയുക്ത ആഭിമുഖ്യത്തിൽ ദൈവനാമ മഹത്വത്തിനായി ഈ പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അദ്ദേഹത്തിന്റെ ഗാനങ്ങളുടെ രചനയുടെ പശ്ചാത്തലം ലഭ്യമല്ലാത്തതിനാൽ ഏറ്റവും ചുരുക്കം വാക്കുകളിൽ ഗാനങ്ങളിൽ നിന്ന് ചുരുക്കം വാക്കുകളിലുള്ള അവതരണം നൽകി ഈ ശുശ്രൂഷയെ മുന്നോട്ടേക്ക് നയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യ ഗാനം ഒരു ആരാധനാ ഗാനം. ഈ ഗാനം ആലപിക്കുന്നത് ബ്രദർ സജീവ് മാത്യു മെൽബൺ. നമ്മുടെ ദൈവം ആരാധിക്കുവാൻ, അനുഗമിക്കുവാൻ, അനുകരിക്കുവാൻ, അനുസരിക്കുവാൻ, അറിയിക്കുവാൻ, ആഘോഷിക്കുവാൻ, ആശ്വസിക്കുവാൻ ആകാശത്തിന് കീഴിൽ യോഗ്യമായ ഏകനാമത്തിന് ഉടയവനാണ്. ഇന്നലെയും ഇന്നും എന്ന അനന്യനായ ദൈവം, സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ ദൈവം, ആ ദൈവം മനുഷ്യനായി തീർന്ന് നമ്മുടെ ഓരോരുത്തരെയും പാപക്കറകൾ കഴുകി നമ്മെ ദൈവമക്കളാക്കി തീർക്കേണ്ടതിന് വേണ്ടി നമ്മുടെ പാപത്തെ ചുമന്ന് കാൽവരി കുരിശിൽ യാഗമായി തീർന്നു, നമുക്കായി രക്ഷയൊരുക്കി. അതുകൊണ്ട് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിച്ച് ആ ഉന്നതമായ ദൈവത്തിന്റെ പാദപീഠത്തിൽ നമുക്ക് വീണു വണങ്ങി, എൻ ദൈവമേ, തിരുനാമമല്ലാതെ മറ്റൊരു നാമമില്ല വാനിലും ഭൂമിയിലും ആരാധനയ്ക്ക് യോഗ്യമായി എന്ന് ഏറ്റുപറഞ്ഞ് വലിയവനായ ദൈവത്തെ ഈ ആരാധന ഗാനത്തിലൂടെ മഹത്വപ്പെടുത്താം. സ്തുതിസ്തോത്രങ്ങൾ അർപ്പിച്ച് വീണു വണങ്ങുന്നു എൻ ദൈവമേ. ഗാനം ആലപിക്കാൻ ഏറെ ബഹുമാനത്തോടെ ബ്രദർ സജീവ് മാത്യുവിനെ ഞാൻ ക്ഷണിക്കുന്നു. സ്തോത്രങ്ങളർപ്പിച്ചു വീണു വണങ്ങുന്നു എൻ ദൈവമേ. തിരുനാമമല്ലാതില്ല വാനിലും ഭൂവിലും ആരാധ്യമാ. സ്തുതി സ്തോത്രങ്ങളർപ്പിച്ചു വീണു വണങ്ങുന്നു എൻ ദൈവമേ. തിരുനാമമല്ലാതില്ല വാനിലും ഭൂവിലും ആരാധ്യമാ. സർവം ചവനാകും സർവേശ്വര നമിക്കുന്നേ.
സർവം ചാവാനാകും സർവേശ്വരാ നമിക്കുന്നേ. ഉർവീയതിൽ മനുഷ്യർക്കായി പുത്രനെ തന്നതാ. സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചു വീണു വണങ്ങുന്നു എൻ ദൈവമേ. തിരുനാമമല്ലാതില്ല വാനിലും ഭൂവിലും ആരാധ്യമാ. ഏകജാതനായവനെ ഏകിയ സ്നേഹത്തെ ഓർത്തു. ഏകജാതനായവനെ ഏകിയ സ്നേഹത്തെ ഓർത്തു. ആത്മാവിലും ആത്മാർത്ഥമായും ആത്മാർത്ഥമായും ആരാധിക്കും ഞങ്ങൾ. സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചു വീണു വണങ്ങുന്നു എൻ ദൈവമേ. തിരുനാമമല്ലാതില്ല വാനിലും ഭൂവിലും ആരാധ്യമാ. ക്രൂശിൽ മരണം സഹിച്ച രക്ഷകനാമേശുവിനും ക്രൂശിൽ മരണം സഹിച്ച രക്ഷകനാമേശുവിനും അന്ത്യത്തോളം കൂടെ വസിക്കും. അന്ത്യത്തോളം കൂടെ വസിക്കും. ആത്മാവിനും സ്തോത്രം. സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചു വീണു വണങ്ങുന്നു എൻ ദൈവമേ. തിരുനാമമല്ലാതില്ല വാനിലും ഭൂവിലും ആരാധ്യമാ. താങ്ക് യു സജീവ് ബ്രദർ. ദൈവം ധാരാളമായിട്ട് സഹോദരന്റെ സംഗീത ജീവിതത്തെ അനുഗ്രഹിക്കട്ടെ. കർത്തൃദാസൻ PJ ആന്റണി അങ്കിളിന്റെ രണ്ടാമത്തെ ഗാനത്തിനായി നമുക്ക് കാതോർക്കാം. ഈ ഗാനം ആലപിക്കുവാൻ കർത്താവിൽ പ്രിയങ്കരനായ ബ്രദർ പ്രമോദ് S. ജോൺ ദോഹയിൽ നിന്നും നമ്മോടൊപ്പം ചേരുന്നു. ദൈവിക സംരക്ഷണത്തിലൂടെ ലഭിക്കുന്ന സുരക്ഷിതത്വ ബോധത്തെക്കുറിച്ചുള്ള ഗാനരചയിതാവിന്റെ വിശ്വാസ പ്രഖ്യാപനമാണ്. അഥവാ ദൈവം തന്റെ ജീവിതത്തിൽ എങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ ദൈവം എങ്ങനെയൊക്കെയാണ് മതിയായവൻ എന്ന് ഗാനരചയിതാവ് പ്രഖ്യാപിക്കുന്ന വരികളാണ് ഇനിയുള്ള ഗാനത്തിന്റെ പ്രമേയം. എന്റെ ജീവിതത്തിൽ ഒരു കാന്തയെ തന്റെ കാന്തൻ എങ്ങനെ കാക്കുന്നു, അതുപോലെ എന്നെ എന്റെ കർത്താവ് കാക്കുന്നു. മാത്രമല്ല, എന്റെ കാവലിനായി ദൂതസംഘത്തെ എന്റെ കർത്താവ് നൽകുന്നു. അതുകൊണ്ട് കൂരിരുളിന്റെ താഴ്വരയിലൂടെ ഞാൻ നടന്നാലും ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂട്ടിന് യേശുവുണ്ട്. ഉള്ളം കലങ്ങിടുന്ന വേളകളിൽ എന്നെ ആശ്വസിപ്പിക്കുമെന്ന് കരുതിയ പലരെയും ഞാൻ ചുറ്റിൽ നോക്കുമ്പോൾ ആരും എന്നെ സഹായിപ്പാൻ ഒരുപക്ഷെ കൂടെ കാണുകയില്ല. പക്ഷേ എന്റെ ഉറ്റ സഖിയായി യേശുവുണ്ട്. രാത്രിയിൽ ദീർഘമായ യാത്രകളെല്ലാം ഞാൻ ചെയ്യുമ്പോൾ ഒരമ്മയെ പോലെ എന്നെ കരുതുന്ന
എന്നെയോർത്ത് ഭാരപ്പെടുന്ന, എന്നെയോർത്ത് ചിന്തിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ഞാൻ സുബോധം നഷ്ടപ്പെട്ടുറങ്ങുമ്പോഴും എനിക്ക് വേണ്ടി ഉറങ്ങാതെ മയങ്ങാതെ ഇരിക്കുന്ന ദൈവം. അതുകൊണ്ട് ആ യേശുനാഥൻ എനിക്ക് ജീവൻ തന്ന രക്ഷകനും കൂടിയാണ്. അവൻ എൻ്റെ സഖി കൂടിയാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആശ്വാസത്തിനേറെ വകയുണ്ട്. ആ യേശുവിൻ്റെ കാവൽ അനുഭവിച്ച് ഞാൻ മുന്നോട്ടേക്ക് പോകുന്നത് കൊണ്ട്, യേശുവിൻ്റെ സുരക്ഷിതത്വം അനുഭവിച്ച് ഞാൻ മുന്നോട്ടേക്ക് പോകുന്നത് കൊണ്ട് എനിക്ക് നിരാശപ്പെടാനൊന്നുമില്ല എന്നുള്ള അർത്ഥമാണ് ഈ ഗാനത്തിലൂടെ ഭദ്രദാസൻ പി ജെ ആന്റണി അങ്കിൾ നമ്മോട് സംസാരിക്കുന്നത്. എൻ്റെ നാഥൻ ജീവൻ തന്നു രക്ഷകൻ എന്ന ഗാനം ഇവിടെ ആലപിക്കുവാൻ ഞാൻ പ്രിയ പ്രമോദ് ബ്രദറിനെ വളരെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. താങ്ക് യു. എന്റെ നാഥൻ ജീവൻ തന്നോരു രക്ഷകൻ എന്നും സഖി എനിക്കാശ്വാസമേ. എന്റെ നാഥൻ ജീവൻ തന്നോരു രക്ഷകൻ എന്നും സഖി എനിക്കാശ്വാസമേ. പാരിൽ പരദേശിയാം എനിക്കെന്നുമ പാവനനാഥന്റെ കാവൽ മതി. പാരിൽ പരദേശിയാം എനിക്കെന്നുമ പാവനനാഥന്റെ കാവൽ മതി. പാതയിൽ പാദം ഇടറാതെ നാഥന്റെ പാദം പതിഞ്ഞിടം പിൻചൊല്ലും ഞാൻ. പാതയിൽ പാദം ഇടറാതെ നാഥന്റെ പാദം പതിഞ്ഞിടം പിൻചൊല്ലും ഞാൻ. എന്റെ നാഥൻ ജീവൻ തന്നോരു രക്ഷകൻ എന്നും സഖി എനിക്കാശ്വാസമേ. കാവലിനായി ദൂതസംഘത്തെ നൽകിയൻ കാന്തൻ അനുദിനം കാക്കുന്നതാ. കാവലിനായി ദൂതസംഘത്തെ നൽകിയൻ കാന്തൻ അനുദിനം കാക്കുന്നതാ. കൂരിരുൾ താഴ്വരയിൽ ഏകനായാലും കൂട്ടിന് യേശുവുണ്ടായാൽ മതി. കൂരിരുൾ താഴ്വരയിൽ ഏകനായാലും കൂട്ടിന് യേശുവുണ്ടായാൽ മതി. എന്റെ നാഥൻ ജീവൻ തന്നോരു രക്ഷകൻ എന്നും സഖി എനിക്കാശ്വാസമേ. ഉറ്റവർ കൂടെയില്ലെങ്കിലും മുറ്റുമന്നുറ്റ സഖിയായി യേശു മതി. ഉറ്റവർ കൂടെയില്ലെങ്കിലും മുറ്റുമന്നുറ്റ
സഖിയായി യേശു മതി. ഉള്ളം കലങ്ങിടും വേളയിലും യേശു ഉള്ളതാൽ ചഞ്ചലമില്ലെനിക്ക്. ഉള്ളം കലങ്ങിടും വേളയിലും യേശു ഉള്ളതാൽ ചഞ്ചലം ഇല്ലെനിക്ക്. എന്റെ നാഥൻ ജീവൻ തന്നോരു രക്ഷകൻ, എന്നും സഖി എനിക്കാശ്വാസമേ. എന്റെ നാഥൻ ജീവൻ തന്നോരു രക്ഷകൻ, എന്നും സഖി എനിക്കാശ്വാസമേ. താങ്ക് യു പ്രമോദ് ബ്രദർ. ദൈവം ധാരാളമായിട്ട് പ്രിയ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. കർത്തൃദാസൻ PJ ആന്റണി അങ്കിളുടെ ഏറ്റവും പ്രസിദ്ധമായ ലോകമെമ്പാടുമുള്ള മലയാളി ദൈവമക്കൾ സഭാവേദമന്യെ ഏറ്റുപാടുന്ന അതിപ്രശസ്തമായ ഒരു ഗാനത്തിനാണ് നാം ഇനി കാതോർക്കാൻ പോകുന്നത്. അതിനു മുമ്പ് സംഗീതത്തെക്കുറിച്ച് ഒന്ന് രണ്ട് നിരീക്ഷണം പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർ കേരളത്തിൽ എത്തിയതിനു ശേഷമാണ് ക്രൈസ്തവ സംഗീതത്തിന് ഒരു പ്രചാരമുണ്ടാവുകയും നിരവധി മലയാള ഗാനങ്ങൾ ഇവിടെ രൂപപ്പെടുകയും ചെയ്തത്. 1980 മുമ്പ് ക്രൈസ്തവ ഗാനങ്ങൾ എഴുതിയ ഗാനരചയിതാക്കളിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും അവരുടെ ഗാനങ്ങളുടെ 70% നാം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അവർ മറ്റ് ഈണങ്ങൾ കടമെടുത്ത് ഗാനങ്ങൾ എഴുതിയവരാണ്. എന്നാൽ 1980 ശേഷമാണ് ആ കാര്യത്തിൽ അല്പമായ മാറ്റമുണ്ടായത്. കർത്തൃദാസൻ ഭക്തവത്സലനും JB പീറ്ററും അടക്കമുള്ള സംഗീത പ്രതിഭകൾ ക്രൈസ്തവ സംഗീത സംവിധാന രംഗത്ത് വന്നതോടുകൂടി മാറ്റമുണ്ടായി. എന്നാൽ അതിനു മുമ്പ് ഗാനങ്ങൾ എഴുതിയിട്ടുള്ള ഗാനരചയിതാക്കളുടെ 70% ഗാനങ്ങൾ നാം ഒന്ന് പരിശോധിച്ചാൽ നിലവിലുള്ള ഇംഗ്ലീഷ് ഗാനങ്ങളുടെയോ ദേശഭക്തി ഗാനങ്ങളുടെയോ ദേവീസ്തുതികളുടെയോ അല്ലെങ്കിൽ മലയാള, തമിഴ്, സിനിമ, നാടക ഗാനങ്ങളുടെയോ ജനപ്രിയ ഈണങ്ങൾ കടമെടുത്തിട്ടുള്ള രചനകളായിരുന്നു. കാരണം അപ്രകാരമുള്ള ഗാനങ്ങൾ എഴുതുവാൻ വളരെ എളുപ്പവുമായിരുന്നു. അതുകൊണ്ട് പല ഗാനങ്ങളും മറ്റ് ഗാനങ്ങളുടെ ഒരു ഈണം കടമെടുത്തിട്ടുള്ള ഗാനങ്ങൾ നിരവധിയുണ്ട്. അത് ഓരോ മഹാന്മാരുടെയും നമ്മൾ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരിൽ നിരവധി ഗാനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതൊരു കാലഘട്ടത്തിന്റെ ഒരു ശൈലിയായിരുന്നു. ഒരു കാലഘട്ടത്തിൽ മറ്റ് സംഗീത സംവിധാനത്തിന്റെ പിന്നാലെ പോകാൻ പറ്റാതെ വളരെ എളുപ്പത്തിൽ ഗാനങ്ങൾ എഴുതാൻ കഴിയുന്ന ഒരു മാർഗമായിരുന്നു. മലയാളത്തിൽ വളരെ പ്രസിദ്ധമായ ഗാനമാണ് സമയമാരഥത്തിൽ നാം സ്വർഗയാത്ര ചെയ്യുന്നു. അത് കേൾക്കുമ്പോൾ ഒരു പ്രത്യാശയുടെയും ഒരു ശോകത്തിന്റെയും അനുഭവം നമുക്കുണ്ടാകുമെങ്കിലും അത് യഥാർത്ഥത്തിൽ ഒരു ഇംഗ്ലീഷ് പ്രണയഗാനത്തിന്റെ ഈണമാണ് വി നാഗൽ കടമെടുത്തത്. ഓ മൈ ഡാർലിംഗ് എന്ന ഹണിമൂണിന് വേണ്ടി ദമ്പതിമാർ പോകുമ്പോൾ അവർ പാടുന്ന ഒരു ഗാനത്തിന്റെ റൊമാൻറ്റിക് സോങ്ങിന്റെ ഈണം കടമെടുത്താണ് അദ്ദേഹം മലയാളത്തിൽ സമയമാരഥം എന്ന ഗാനം എഴുതിയത്. അതുപോലെ നിരവധി ഗാനങ്ങൾ മറ്റ് ഭാഷയിൽ നിന്നും മലയാളത്തിലെ കീർത്തനങ്ങളിൽ നിന്നും സിനിമ, നാടക മേഖലകളിൽ നിന്നും എല്ലാം കടമെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവിന്റെ ദാസൻ PJ ആന്റണിയുടെ ഈ വിശ്വവിഖ്യാതമായ ഗാനവും അദ്ദേഹത്തിന്റെ മറ്റു പല ഗാനങ്ങളും നിലവിലുള്ള പല ഗാനങ്ങളുടെ ഈണം കടമെടുത്തിട്ട് തന്നെയാണ് ഉള്ളത് എന്നിപ്പോൾ കേട്ട ഗാനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. 1970-85 കാലഘട്ടങ്ങളിൽ പാശ്ചാത്യ സംഗീത ലോകത്തെ പ്രകമ്പനം കൊള്ളിപ്പിച്ച ഒരു സംഗീത വിഭാഗമായിരുന്നു ബോണിയം എന്നുള്ള സംഗീത വിഭാഗം. അവരുടെ കൂട്ടത്തിൽ ബോബി ഫാരൽ എന്ന വിശ്വവിഖ്യാതനായ ഗായകനുണ്ട്. അദ്ദേഹം വളരെ പ്രസിദ്ധമായ റസ്പുട്ടിൻ ഒരു ഗാനം, റാറാ റസ്പുട്ടിൻ ദ ലവർ ഓഫ് റഷ്യൻ ക്യൂൻ എന്ന് തുടങ്ങുന്ന ഒരു പ്രസിദ്ധമായ ഗാനം ഒരു കാലത്തിൽ ലോകത്തിൽ മുഴുവൻ തരംഗം സൃഷ്ടിച്ച ഗാനമാണ്. എന്നാൽ ആ ഗാനത്തിന്റെ ഈണത്തിൽ മലയാള ഭാഷയിൽ ദൈവജനത്തിന്റെ ഇടയിൽ വളരെ തരംഗം സൃഷ്ടിച്ച, വളരെ ആവേശം സൃഷ്ടിച്ച, ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്ക് എന്നും പരിചയം, നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്ക് മുടക്കം വരുത്താത്ത ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റി. കോരഹപുത്രന്മാർ ദേവാലയത്തിലേക്ക് ചെന്ന് സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം,
എന്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു എന്നുള്ള മനോഹരമായ ആത്മീക ആഗ്രഹത്തിന്റെ വെളിപ്പെടുത്തലായ 84-ാം സങ്കീർത്തനം. ആ സങ്കീർത്തനത്തിന്റെ വരികൾക്ക് മലയാള ഭാഷയിൽ ഈ ഈണം കടമെടുത്തത് കൊണ്ട് അതിമനോഹരമായ ഒരു ഗാനമുണ്ടായി. സഭാഭേദമന്യേ നാം പാടുന്ന ആ മനോഹരമായ ഗാനം, അതിന്റെ ഓരോ വരികളും നമ്മെ കർത്താവിൽ ബലപ്പെടുത്തുന്നതും ആ വരികളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ വലിയ ആത്മീക സന്തോഷം നൽകുന്നതും, ദൈവം ആർക്കും കടക്കാരനല്ല, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കം വരുത്താത്തവനാണെന്നുള്ള ആ വാക്കുകൾ കേട്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സാധിക്കുന്ന മനോഹരമായ ഒരു ഗാനമാണ് നാം ഇപ്പോൾ കേൾക്കാൻ പോകുന്നത്. ആ പ്രസിദ്ധമായ ഗാനം ഹാ മനോഹരം യാഹേ നിന്റെ ആലയം എന്ന ഗാനം ഇവിടെ ആലപിക്കുന്നു കർത്താവ് പ്രസിദ്ധ ഗായകൻ ലിജോ ജോർജ്, കാനഡ. വളരെ ബഹുമാനത്തോടെ ഞാൻ പ്രിയ സഹോദരനെ ഈ ഗാനം ആലപിക്കാൻ ക്ഷണിക്കുന്നു. മനോഹരം യാഹേ നിന്റെ ആലയം, എന്തോരാനന്ദം തവ പ്രാകാരങ്ങളിൽ. മനോഹരം യാഹേ നിന്റെ ആലയം, എന്തോരാനന്ദം തവ പ്രാകാരങ്ങളിൽ. ദൈവമേ എന്നുള്ളം നിറയും ഹല്ലേലൂയ പാടും ഞാൻ. ദൈവമേ എൻ ഉള്ളം നിറയുന്നു ഹല്ലേലൂയ പാടും ഞാൻ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയം. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയം. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ നീവൽ ഭക്ഷിക്കും ചെറുകുരുകിലിനും. ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ നീവൽ ഭക്ഷിക്കും ചെറുകുരുകിലിനും. രാവിലെ നന്മകളെയോർത്ത് പാടി സ്തുതിച്ചിടുന്നു. രാവിലെ നന്മകളെയോർത്ത് പാടി സ്തുതിച്ചിടുന്നു. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയം. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയം. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ഞങ്ങൾ പാർത്തിയിടും നിത്യം നിന്റെ ആലയെ. ഞങ്ങൾ ശക്തരാം എന്നും നിന്റെ ശക്തിയാൽ. ഞങ്ങൾ പാർത്തിയിടും നിത്യം നിന്റെ ആലയെ. ഞങ്ങൾ ശക്തരാം എന്നും നിന്റെ ശക്തിയാൽ. കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമായി.
കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമാ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയം. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയം. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടത്തവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടത്തവർക്ക്. ദൈവത്തിന് സ്തോത്രം. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരുത്താത്ത, ആർക്കും ബാധ്യതയോ ആർക്കും കടക്കാരനോ അല്ലാത്ത ദൈവത്തിന്റെ നാമത്തിന് ഈ സായാഹ്നം നമുക്ക് എല്ലാവിധമായ സ്തുതിയും സ്തോത്രവും കരേറ്റാം. ഗാനം വളരെ മനോഹരമായി ആലപിച്ച ലിജോ സഹോദരനോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇനി നാം കേൾക്കാൻ പോകുന്ന ഗാനം ആലപിക്കുന്നത് ന്യൂജേഴ്സിയിൽ നിന്നും പ്രിയ സഹോദരൻ ജോൺസ് തമ്പാനാണ്. അദ്ദേഹം ആലപിക്കുന്ന ഗാനം കർത്താവിന്റെ കരങ്ങളുടെ ശ്രേഷ്ഠതയെക്കുറിച്ചാണ്. മനുഷ്യകരങ്ങൾ അല്പമായി കരുതുന്ന കരങ്ങളാണ്. എന്നാൽ അത് ബലമുള്ള കരങ്ങളല്ല, ബലഹീനമായി തളർന്നു പോകുന്ന കരങ്ങളാണ്. എല്ലായ്പ്പോഴും ബലപ്പെട്ട് നിൽക്കുന്നതാകണമെന്നില്ല മനുഷ്യന്റെ കരങ്ങൾ. എന്നാൽ ദൈവത്തിന്റെ കരങ്ങളുടെ പ്രത്യേകത അത് ശരിക്കും കരുതുന്ന കരങ്ങളാണ്. കരുണയോടെ തന്റെ മാറോട് നമ്മെ ചേർക്കുന്ന കരങ്ങളാണ്. നമ്മുടെ കഷ്ടം നീക്കുന്ന കരങ്ങളാണ്. നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്ന കരങ്ങളാണ്. അത് കരുത്തുറ്റ കരങ്ങളാണ്. ഒരു നാളും തളരാത്ത കരങ്ങളാണ്. ആ കരങ്ങളിലാണ് നമ്മൾ സുരക്ഷിതരായിരിക്കുന്നത്. ഉള്ളംകൈയിൽ താങ്ങി വലങ്കരം പിടിച്ച് നമ്മെ വഴി നടത്തുന്നു. നമ്മുടെ കാല് കല്ലിൽ തട്ടാതെ വണ്ണം നമ്മെ പരിപാലിക്കുന്നു. അവിടുത്തെ കരങ്ങളിൽ നമ്മൾ സുരക്ഷിതരാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ കരുതുന്ന കരങ്ങളുടെ ശ്രേഷ്ഠതയെ സൂചിപ്പിക്കുന്ന അതിപ്രശസ്തമായ ഗാനം കരുതുമാ കരങ്ങൾ കാണുന്നു ഞാൻ, കരുണയോടെ എന്നെ അണയ്ക്കുമാ കരങ്ങൾ. ഈ ഗാനം ആലപിക്കുവാൻ ഞാൻ പ്രിയ ജോൺസ് തമ്പാൻ സഹോദരനെ ക്ഷണിക്കുന്നു. കരുതുമക്കരങ്ങൾ കാണുന്നു ഞാൻ, കരുണയോടെന്നെ അണയ്ക്കുമക്കരങ്ങൾ. കരുതുമക്കരങ്ങൾ കാണുന്നു ഞാൻ, കരുണയോടെന്നെ അണയ്ക്കുമക്കരങ്ങൾ. കരുതുമക്കരങ്ങൾ കാണുന്നു ഞാൻ. കരുമന നീക്കാൻ, കണ്ണുനീർ തുടയ്ക്കാൻ കരുത്തുറ്റ കരങ്ങൾ കർത്താവിൻ കരങ്ങൾ. കരുമന നീക്കാൻ, കണ്ണുനീർ തുടയ്ക്കാൻ കരുത്തുറ്റ കരങ്ങൾ കർത്താവിൻ കരങ്ങൾ. ഒരു നാളും തളരാതിരിക്കുമാ കരങ്ങൾ. തരുമെനിക്കഭയം നിരന്തരം മരുവിൽ. കരുതുമാ കരങ്ങൾ കാണുന്നു ഞാൻ, കരുണയോടെന്നെ അണയ്ക്കുമാ കരങ്ങൾ.
കരുതുമക്കരങ്ങൾ കാണുന്നു ഞാൻ. നിരന്തരം കീഴേ ശാശ്വത ഭുജങ്ങൾ, ശിരസിലോ നിത്യം അനുഗ്രഹകരങ്ങൾ. നിരന്തരം കീഴേ ശാശ്വത ഭുജങ്ങൾ, ശിരസിലോ നിത്യം അനുഗ്രഹകരങ്ങൾ. ഇരുപുറം അടച്ചെന്നെ ഭദ്രമായി കാത്തും തിരുഹിതമെന്നിൽ തികയ്ക്കുമക്കരങ്ങൾ, കരുതുമക്കരങ്ങൾ കാണുന്നു ഞാൻ. കരുണയോടെന്നെ അണയ്ക്കുമക്കരങ്ങൾ, കരുതുമക്കരങ്ങൾ കാണുന്നു ഞാൻ. ധനികരനേകൾ ധരയിലുണ്ടെന്നാൽ ധനമായ യേശു മതിയെനിക്കെന്നും. ധനികരനേകൾ ധരയിലുണ്ടെന്നാൽ ധനമായ യേശു മതിയെനിക്കെന്നും. ദരിദ്രനായി തീർന്നാലും പതറുകയില്ല, പരത്തിലെ നിത്യ തേജസന്ധനമായി കരുതുമക്കരങ്ങൾ കാണുന്നു ഞാൻ. കരുണയോടെന്നെ അണയ്ക്കുമക്കരങ്ങൾ, കരുതുമക്കരങ്ങൾ കാണുന്നു ഞാൻ. കരുണയോടെന്നെ അണയ്ക്കുമക്കരങ്ങൾ, കരുതുമക്കരങ്ങൾ കാണുന്നു ഞാൻ. താങ്ക് യു സോ മച്ച് ജോൺസ് ബ്രദർ. സഹോദരന്റെയും സംഗീത ജീവിതത്തെ കർത്താവ് ധാരാളമായിട്ട് മധുരോധാരമായി കർത്താവിന് വേണ്ടി പാടുവാൻ ഇനിയും അവസരങ്ങളെ, നല്ല ശബ്ദത്തെ തുടർന്ന് നൽകി അനുഗ്രഹിക്കട്ടെ. മുൻപത്തെ ഗാനം നാം കേട്ടുകൊണ്ടിരുന്നത് ഹാ മനോഹരം യാഹേ നിന്റെ ആലയം. ആ ഗാനം ഇവിടെ കർത്താവിൽ പ്രിയ ലിജോ സഹോദരൻ ആലപിച്ചുകൊണ്ടിരുന്നപ്പോൾ ക്രൈസ്തവ ഗാനങ്ങളുടെ പശ്ചാത്തലത്തെക്കുറിച്ച് ആധികാരികമായി അറിവുള്ള ക്രൈസ്തവ സാഹിത്യകാരൻ കർത്താവിൽ പ്രസിദ്ധനായ ജിജോ അങ്കമാലി ഒരു കമന്റ് ഇവിടെ അറിയിച്ചിരുന്നു. അത് ആ ഗാനത്തിന്റെ അവസാനത്തെ ചരണത്തിലെ ഒരു വരി അല്ലെങ്കിൽ ഒരു പദം ക്രൈസ്തവ ലോകം മുഴുവനും തെറ്റിച്ച് പാടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഗാനരചയിതാവ് ഉദ്ദേശിച്ചതോ ആയ പദമല്ല പാടുന്നത് എന്നുള്ള ഒരു തിരുത്തൽ അവിടെ നൽകിയിട്ടുണ്ട്. കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമായി എന്നാണ് പൊതുവെ ആ ഗാനത്തിലെ അവസാന വരി പാടുന്നത്. കണ്ണുനീരും കഴുമരം, എന്നാൽ കഴുമരമല്ല, കരുമന ആണ്, അതാണ് ശരി. അദ്ദേഹം ഇതിലൂടെ അത് തിരുത്തി തന്നതിൽ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. അത് പല പൊതുവേദികളിലും നമ്മൾ കേൾക്കുന്നത് കഴുമരം എന്നാണ്. എന്നാൽ കഴുമരം എന്ന് പാടാതെ കരുമന
എന്നുള്ള ആ പദം തന്നെ ഉച്ചരിച്ച് പാടണം. അതാണ് അതിന്റെ ശരി. അത് ഈ വേദിയിൽ അദ്ദേഹം അത് അവതരിപ്പിച്ചു, അത് പറഞ്ഞു തന്നു. ഹൃദയം നന്ദി അറിയിക്കുന്നു. അതൊരു ദൈവജനം മുഴുവൻ അറിയേണ്ട കാര്യമായതുകൊണ്ടാണ് ഞാൻ അത് ആവർത്തിച്ച് പറയുന്നത്. താങ്ക് യു സോ മച്ച്. ഇനി ഒരല്പസമയം കർത്താവിൽ പ്രിയ പി ജെ ആന്റണി അങ്കിളുടെ ജീവിതത്തെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ മൂത്ത മകൻ ജോബി ജോൺ ബഹ്റിൻ, അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നു. തന്റെ പിതാവിനെ കുറിച്ചുള്ള ചില സാക്ഷ്യങ്ങളും ഒരല്പസമയ തിരുവചനത്തിൽ നിന്നുള്ള സന്ദേശവും പങ്കുവയ്ക്കുവാൻ ഏറെ ബഹുമാനത്തോടെ കർത്താവിൽ പ്രിയപ്പെട്ട ജോബി ജോൺ അവറുകളെ ഞാൻ ക്ഷണിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ഈ ഓൺലൈൻ പരിപാടിയിൽ സംസാരിക്കുവാൻ അവസരം ലഭിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പി ജെ ആന്റണി അപ്പച്ചന്റെ സംഗീത വാസനയെ കുറിച്ച് പറയണമെങ്കിൽ അദ്ദേഹത്തിന്റെ വലിയപ്പച്ചനായിരുന്ന അന്തോണി ആശാന്റെ കാലം തൊട്ട് തുടങ്ങണം. അന്തോണി ആശാന്റെ പിതാവിന്റെ പേരും അന്തോണി എന്നാണ്. ഞാൻ അദ്ദേഹത്തെ അന്തോണി സീനിയർ എന്ന് വിളിക്കുകയാണ്. ആ അന്തോണി തൃശ്ശൂരിലെ പ്രധാന സിറിയൻ കത്തോലിക്ക പള്ളിയിലെ വയലിനിസ്റ്റും അവിടുത്തെ പ്രധാന കാര്യക്കാരനും ഒക്കെ ആയിരുന്നു. 1903 പുതിയ നിയമത്തിന്റെ ഒരു പ്രതി തന്റെ കയ്യിൽ കിട്ടുകയും താൻ ആ പുതിയ നിയമം വായിച്ച് സുവിശേഷത്തിൽ വിശ്വസിച്ച് ദൈവമകനായി തീരുകയും ചെയ്തു. പിന്നീട് ജർമ്മനിയിൽ നിന്ന് വന്ന മിഷണറിയായ വി നാഗൽ സാഹിബിന്റെ കൈക്കീഴിൽ അദ്ദേഹം വിശ്വാസ സ്നാനം സ്വീകരിച്ചു. അതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തെ കത്തോലിക്ക പള്ളിയിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ താനൊരു യഥാർത്ഥ വിശ്വാസിയായിട്ട് തീർന്നു. പി ജെ ആന്റണിയുടെ ഗാനരചനാ പാടവം തന്റെ വല്യപ്പച്ചന്മാരിൽ നിന്ന് ആരംഭിച്ചതാണ്. അന്തോണി ആശാൻ എന്ന വ്യക്തി അദ്ദേഹത്തിൽ നിന്ന് തന്റെ പിതാവ്, പി ജെ ആന്റണിയുടെ പിതാവ് പി എ ജോൺ, ആ ഭക്തനിലേക്ക് ദൈവം ആ ഗാനരചനാ വൈഭവം എത്തിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പി എ ജോൺ അവറുകൾ തൃശ്ശൂരിൽ നല്ലൊരു ഗാനരചയിതാവായിരുന്നു. അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്ന് അനേക ഗാനങ്ങൾ പുറപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അവയിൽ 2 എണ്ണം എടുത്തുദ്ധരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ പേർക്കായി ജീവൻ വെടിഞ്ഞ നിന്റെ സ്വന്തം ഞാനിനി, പിന്നെ ഒരു ഗാനം നിൻ രക്തത്താൽ എന്ന് തുടങ്ങുന്ന ഒരു ആരാധനാ ഗാനമാണ്. അദ്ദേഹം ഒരു വയലിനിസ്റ്റ് ആയിരുന്നു, ഒരു സഭാ മൂപ്പനുമായിരുന്നു. ആ പിതാവിന്റെ ഗാനങ്ങൾ കണ്ടിട്ടാവാം മകനായ പി ജെ ആന്റണിയിലേക്കും ആ ഗാനരചനാ പാടവം ഒഴുകി വന്നു. പി ജെ ആന്റണി ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന വ്യക്തിയാണ്. തനിക്ക് 3 സഹോദരന്മാരും 3 സഹോദരിമാരും ഉണ്ട്. അവരൊക്കെ പല സ്ഥലങ്ങളിലും കർത്താവിന്റെ സാക്ഷികളായിട്ട് തിളങ്ങുന്ന വ്യക്തിത്വങ്ങളാണ്. എന്നാൽ ആ കുടുംബം ദൈവത്തെയും ദൈവമക്കളെയും സേവിച്ചു, ബഹുമാനിച്ചു, ആദരിച്ചു. പി ജെ ആന്റണിയുടെ പിതാവ് 50-ാമത്തെ വയസ്സിൽ കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. തന്റെ ഭാര്യ മറിയാമ്മയെയും 7 മക്കളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ആ ഭക്തൻ കർത്തൃസന്നിധിയിൽ വിശ്രമിച്ചു. ഭൗമികമായി കാര്യമായി ഒന്നുമില്ലെങ്കിലും മാതാപിതാക്കളിൽ നിന്ന് പൈതൃകമായി ലഭിച്ച ആത്മീക മൂല്യങ്ങളാണ് ഏറ്റവും വലിയ സ്വത്തായിട്ടുണ്ടായിരുന്നത്. ഗാനരചന, ബൈബിൾ പ്രഭാഷകൻ, സുവിശേഷ പ്രസംഗകൻ എന്നീ നിലയിൽ പി ജെ ആന്റണി പല സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. തന്റെ 20-ാമത്തെ വയസ്സിൽ ജോലി സംബന്ധമായി കാലിക്കറ്റിൽ വന്നു. തന്റെ പിതാവിന്റെ ജ്യേഷ്ഠൻ പി എ പൗലോസ് അവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ കമ്പനിയിലാണ് ജോലി ചെയ്തത്. ജോലിയോടുകൂടി സൺഡേ സ്കൂൾ പ്രധാന അധ്യാപകനായിട്ടും YMEFന്റെ മലബാർ ഡിവിഷൻ സെക്രട്ടറി ആയിട്ടും സേവനമനുഷ്ഠിച്ചു. പരേതനായ ഇവാഞ്ചലിസ്റ്റ് PM മാത്യു അവരോടുകൂടെ അനേക സ്ഥലങ്ങളിൽ കൈകോർത്തു നിന്ന് പ്രവർത്തിപ്പാനായിട്ട് തനിക്ക് സാധിച്ചിട്ടുണ്ട്.
മലബാറിന്റെ അനേക മുക്കിലും മൂലയിലും കടന്നു ചെല്ലുവാനും തനിക്ക് സാധിച്ചിട്ടുണ്ട്. PJ ആന്റണിക്ക് കവിതകൾ, ക്ലാസിക്കൽ മ്യൂസിക്, മഹാകവി KV സൈമൺ സാറിന്റെ ഗാനങ്ങൾ എന്നിവയൊക്കെ തന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാഹിത്യ വിഭവങ്ങളാണ്. കോഴിക്കോട് വെച്ച് തന്നെ താൻ ഗാനങ്ങൾ എഴുതുവാനായിട്ട് തുടങ്ങി. എന്നാൽ 1977 ജോലി സംബന്ധമായി ബഹ്റിനിലേക്ക് കടന്നു വന്നു. അവിടെ 22 വർഷങ്ങൾ ജോലിയോടുകൂടി കർത്താവിനെ സേവിച്ചു. ബിലീവേഴ്സ് ബ്രദർ അസംബ്ലി മജ്ലിസിലായിരുന്നു താൻ ആയിരുന്നത്. ആ സമയത്ത് തന്റെ ഭൂരിപക്ഷ ഗാനങ്ങളും ആ തൂലികയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നു. തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗാനം, പ്രസിദ്ധമായ ഗാനമാണ് നാം ഇവിടെ കേട്ടതുപോലെ ആ മനോഹരം യാഹുവേ നിന്റെ ആലയം എന്ന ഗാനം. അത് ബഹ്റിനിൽ വെച്ച് രചിച്ചതാണ്. ബഹ്റിനിൽ വെച്ച് തന്റെ ശിഷ്യനും തന്റെ സ്നേഹിതനുമായ പരേതനായ ഹെറാൾഡ് ഫ്രൈസർ തന്റെ ഗാനങ്ങൾക്ക് കീബോർഡിലൂടെ ഈണവും താളവും രാഗവും പകർന്നു കൊടുത്തു. അതിലൊന്നാണ് ഇപ്പോൾ നാം കേട്ട കരുതുമാ കരങ്ങൾ കാണുന്നു ഞാൻ എന്ന ഗാനം. PJ ആന്റണിയുടെ ഗാനങ്ങളെല്ലാം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലും പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക നിയോഗം പ്രാപിച്ചും എഴുതിയ ഗാനങ്ങളാണ്. PJ ആന്റണിയുടെ ഗാനങ്ങളുടെ പിന്നാമ്പുറത്തേക്കൊന്ന് എത്തി നോക്കിയാൽ തീച്ചുളയുടെ അനുഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ തീച്ചുളയിൽ ദൈവം ഇറങ്ങി വന്ന് കൊടുത്ത ഗാനങ്ങളാണ് അവയിൽ പലതും. സങ്കീർത്തനങ്ങൾ 1-2 നാം വായിക്കുന്നത് പോലെ രാപ്പകൽ ദൈവത്തിന്റെ വചനം ധ്യാനിച്ചതിന്റെ പരിണിത ഫലമാണ് പല ഗാനങ്ങളും. തന്റെ പാട്ടുപുസ്തകത്തിന്റെ പേര് മരുവിലെ അരുവികൾ എന്നാണ്. ബഹ്റിനിലെ മരുഭൂമിയിലുണ്ടായ നീരുറവയുടെ അനുഭവങ്ങളാണ് തന്റെ ആ പാട്ടുകളിൽ നാം കാണുന്നത്. അനേക സഭാവിഭാഗങ്ങൾ ഉൾപ്പെട്ട ദൈവമക്കൾ കൂടി വരുന്ന ബഹ്റിനിലുള്ള ഒരു കൂടിവരവാണ് ബഹ്റിൻ മലയാളി ക്രിസ്ത്യൻ കോൺഗ്രിഗേഷൻ. അതിൽ താനൊരു കൊയർ ലീഡറായിട്ട് ചില നാളുകൾ പ്രവർത്തിക്കുകയുണ്ടായി. ആ സമയത്ത് തന്റെ അനേക ഗാനങ്ങൾ അവിടെ അവതരിപ്പിക്കുവാനായിട്ട് അവസരം ലഭിച്ചു. ഈ ഹാ മനോഹരം യാഹ്വേ നിന്റെ ആലയം എന്ന ഗാനം 84-ാം സങ്കീർത്തനത്തിന്റെ സംഗീതാവിഷ്കാരമാണെന്ന് നാം കേൾക്കുകയുണ്ടായി. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക് എന്നീ വാക്കുകൾ തന്റെ ജീവിതത്തിൽ ദൈവം തെളിയിച്ചതിന് ഞങ്ങൾ സാക്ഷികളാണ്. PJ ആന്റണിയുടെ തൂലികയിൽ നിന്ന് ദൈവകൃപയാൽ 204 ഗാനങ്ങൾ ദൈവജനത്തിന്റെ മധ്യ അവതരിപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്ന് വിനയപൂർവ്വം ഓർക്കുകയാണ്. 1999 ജോലി റിസൈൻ ചെയ്ത് കാലിക്കറ്റിൽ മടങ്ങിയെത്തി കഴിഞ്ഞ ദീർഘവർഷങ്ങൾ മലബാറിൽ തലങ്ങും വിലങ്ങും സഞ്ചരിച്ചുകൊണ്ട് സുവിശേഷ പ്രവർത്തനം നടത്തുവാനായിട്ട് ദൈവം തന്നെ സഹായിച്ചു. പൗലോസിനെ പോലെ കൂടാരപ്പണി ചെയ്ത് ദൈവവേല ചെയ്യുവാനായിട്ട് ദൈവം തന്നെ സഹായിച്ചു. മലബാറിൽ കൊയ്ത്ത് വളരെയുണ്ട്, എന്നാൽ വേലക്കാർ വളരെ ചുരുക്കമാണ്. നമുക്ക് കൊയ്ത്തിന്റെ യജമാനോട് പ്രാർത്ഥിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദീർഘവർഷങ്ങളിൽ കേരളത്തിലെ ജയിലുകളിൽ സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്നു. അനേക നിരാശയുടെ പടുകുഴിയിൽ ആണ്ടുപോയ തടവുകാരോട് കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ള ആ വാക്കുകൾ പറയുവാനായിട്ട് പലപ്പോഴും തന്നോടുകൂടെ പോകുവാനും അത് കാണുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ട്രെയിൻ ഇവാഞ്ചലിസം കാസർഗോഡ് പാലക്കാട് തൊട്ട് നിലമ്പൂർ വരെയുള്ള റൂട്ടുകളിൽ ലക്ഷക്കണക്കിന് ട്രാക്റ്റുകളും ബുക്ക്ലെറ്റ്സും വിതരണം ചെയ്യുവാനായിട്ട് തന്നെ ദൈവം എടുത്ത് ഉപയോഗിച്ചു. ഇവാഞ്ചലിസ്റ്റ് SK ഡേവിഡ് കണ്ണൂർ തന്റെ സഹപ്രവർത്തകനായിട്ട് തന്നോട് കൂടെ ഉണ്ടായിരുന്നു. ഒരു ലിറ്ററേച്ചർ മിനിസ്ട്രിയിലും ചില കാര്യങ്ങൾ ചെറിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ദൈവം തന്നെ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഏകദേശം 10 പുസ്തകങ്ങൾ എഴുതി പ്രസിദ്ധീകരിക്കുവാൻ ദൈവം തന്നെ സഹായിച്ചു. മലബാറിലെ സുവിശേഷകന്മാരെ ആത്മീയമായിട്ട് ഉണർത്തുവാനായിട്ട് തന്റെ ശുശ്രൂഷകൾ വളരെ സഹായകമായി എന്ന് മനസ്സിലാക്കുന്നു. തന്റെ ആരോഗ്യമുള്ള കാലത്തൊക്കെയും താൻ കർത്താവിന് വേണ്ടി വളരെ അധ്വാനിച്ചുകൊണ്ടിരുന്നു. മലബാറിലെ 6 ജില്ലകളിൽ
1033 സ്ഥലങ്ങളിൽ ഓപ്പൺ എയർ മീറ്റിംഗ്സ് നടത്തുവാനായിട്ട് സാധിച്ചു. അത് അതാത് സ്ഥലങ്ങളിലുള്ള സുവിശേഷകന്മാരോട് കൈകോർത്തു നിന്നുകൊണ്ട് അവരുമായിട്ട് സഹകരിച്ച് ആ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ദൈവം തന്നെ എടുത്ത് ഉപയോഗിച്ചു. കാസർഗോഡൊക്കെ വെച്ച് അനേക സുവിശേഷ വിരോധികൾ ശക്തമായിട്ട് എതിർത്തതായിട്ട് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. എന്നാൽ ദൈവം തന്നെ തന്റെ ദൂതന്മാരാൽ കാവൽ ചെയ്ത് സഹായിച്ചതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. ഒരാപത്തും വരാതെ 1033 സ്ഥലങ്ങളിൽ പരസ്യമായി കർത്താവിനെ സാക്ഷിക്കുവാനായിട്ട് ദൈവം തന്നെ എടുത്ത് ഉപയോഗിച്ചതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു പ്രത്യേക സാഹചര്യം എടുത്ത് ഉദ്ധരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ട്രെയിൻ ഇവാഞ്ചലിസം ചെയ്യുവാനായിട്ട് ട്രെയിനിലൂടെ ട്രാക്റ്റുകളും ബുക്ക്ലെറ്റ്സും വിതരണം ചെയ്ത് നടന്നു നീങ്ങുന്ന സമയത്ത് സുവിശേഷ വിരോധികൾ തന്നെ ട്രെയിനിൽ നിന്ന് തള്ളിയിടുവാൻ ശ്രമിച്ച ഒരു സാഹചര്യം ഉണ്ടായി. ഓടുന്ന ട്രെയിനിൽ നിന്ന് വളരെ വേഗത്തിൽ. എന്നാൽ സ്വർഗത്തിൽ ദൈവം തന്റെ ദൂതനെ അയച്ച് തന്നെ അവിടുന്ന് വിടുവിച്ചതായിട്ട് താൻ എന്നോട് ഷെയർ ചെയ്യുകയുണ്ടായി. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭവും എന്നത് തന്റെ ജീവിതത്തിന്റെ ആപ്തവാക്യമാണ്. സുവിശേഷത്തിന് വേണ്ടി എന്തും ഏതുമായി തീരുവാൻ താൻ തയ്യാറായിരുന്നു. 1964 താൻ അധ്യാപികയായ CT തങ്കമ്മയെ വിവാഹം ചെയ്തു. മാതാവ് തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. തന്റെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും മാതാവ് ഒരു വലങ്കൈയായിരുന്നു. ദൈവദാസന്മാരെ ശുശ്രൂഷിക്കുക എന്നുള്ളത് അവരുടെ ജീവിതത്തിന്റെ ഒരു മുഖ്യ ഘടകമായിരുന്നു. ഇപ്പോൾ പിതാവ് ഏകദേശം 88 വയസ്സ് ആയിട്ടുണ്ട്. തനിക്ക് കാലിനും കൈക്കുമൊക്കെ സ്വാധീനം നഷ്ടപ്പെട്ടു. ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഡയാലിസിസ് ചെയ്യുന്നു. 2 കിഡ്നിയും തകരാറിലായി. അങ്ങനെയൊക്കെ ആണെങ്കിലും താൻ ഇപ്പോഴും വേദപുസ്തക പഠിപ്പിക്കാനും ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം തന്നെ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. തന്നെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ്. ഇങ്ങനെ ഒരു അവസരം തന്ന ഇതിന്റെ സംഘാടകരോട് പ്രത്യേകം നന്ദി പറയുന്നു. ഗാനങ്ങൾ ആലപിച്ച എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അല്പസമയത്തെ ധ്യാന ചിന്തയ്ക്കായിട്ട് 2 വാക്യാംശങ്ങൾ വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 37ന്റെ 6-7 വാക്യങ്ങൾ. അവൻ അവരോട് പറഞ്ഞത്, ഞാൻ കണ്ട സ്വപ്നം കേട്ടുകൊള്ളുവിൻ. നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ എന്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു. നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്ന് എന്റെ കറ്റയെ നമസ്കരിച്ചു. 45-ാം അധ്യായത്തിന്റെ ഉൽപ്പത്തി പുസ്തകം 45-ൽ നിന്ന് 2 വാക്യങ്ങൾ വായിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 45-ന്റെ 27-ഉം 28-ഉം വാക്യങ്ങൾ. യോസേഫ് തങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെയും അവർ അവനോട് പറഞ്ഞു. തന്നെ കയറ്റിക്കൊണ്ടു പോകുവാൻ യോസേഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. മതി, എന്റെ മകൻ യോസേഫ് ജീവനോടെ ഇരിക്കുന്നു. ഞാൻ മരിക്കും മുമ്പേ അവനെ പോയി കാണും എന്ന് ഇസ്രായേൽ പറഞ്ഞു. ദൈവം നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും എന്നുള്ള ഒരു ചിന്തയാണ് എന്റെ ഹൃദയത്തിലേക്ക് ഇന്ന് രാവിലെ കടന്നു വന്നത്. യുവർ ഡ്രീംസ് ഈസ് സ്റ്റിൽ അലൈവ്. യോസേഫ് എന്ന സ്വപ്നക്കാരനെ കുറിച്ച് ചില ചിന്തകൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യോസേഫ് സ്വപ്ന വ്യാഖ്യാനം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇത് കേൾക്കുന്ന അനേകർ ഗൾഫിലും അമേരിക്കയിലും കാനഡയിലും യൂറോപ്പിലും ഓസ്ട്രേലിയയും ന്യൂസിലാൻഡിലൊക്കെ ഇരിക്കുന്നവരാണ്. അവരൊക്കെ പല സ്വപ്നങ്ങളുമായിട്ട് അങ്ങോട്ട് കടന്നു പോയവരാണ്. നമ്മുടെ ജീവിതത്തിലും അനേക സ്വപ്നങ്ങളുണ്ട്. എന്നാൽ ഇവിടെ നാം യോസേഫിനെ കുറിച്ചാണ് നാം കാണുന്നത്. അദ്ദേഹം സ്വപ്നം കാണുന്ന ഒരു ദൈവഭക്തനായിരുന്നു. അവരുടെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു എന്നാണ് നാം വായിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ വിചാരിച്ചേക്കാം നമ്മുടെ സ്വപ്നങ്ങളെല്ലാം തകർന്നടിഞ്ഞു പോയെന്ന്. ഞാൻ പലപ്പോഴും അങ്ങനെ ചിന്തിച്ചു പോയിട്ടുണ്ട്. എന്നാൽ
തിരശ്ശീലയ്ക്ക് പിന്നിൽ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള സത്യം നാം വിസ്മരിക്കരുത്. യോസേഫിന്റെ ജീവിതത്തെ റാക്സ് ടു റിച്ചസ് എന്നുള്ള 2 വാക്കുകളിൽ നമുക്ക് ചുരുക്കി പറയാനായിട്ട് കഴിയും. 26-37 26-27 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, അപ്പോൾ യഹൂദ തന്റെ സഹോദരന്മാരോട്, നാം നമ്മുടെ സഹോദരനെ കൊന്ന് അവന്റെ രക്തം മറിച്ചിട്ട് എന്ത് ഉപകാരം? വരുവിൻ, നാം അവനെ ഇസ്രായേല്യർക്ക് വിൽക്കുക, നാം അവന്റെ മേൽ കൈവയ്ക്കരുത്, അവൻ നമ്മുടെ സഹോദരനും നമ്മുടെ മാംസവുമല്ലോ എന്ന് പറഞ്ഞു. അവന്റെ സഹോദരന്മാർ അതിന് സമ്മതിച്ചു. അപ്പോൾ യാക്കോബിന് ചൈതന്യം വന്നു എന്നാണ് നാം വായിക്കുന്നത്. 45-26 അവർ അവനോട്, യോസേഫ് ജീവനോട് ഇരിക്കുന്നു, അവൻ മിസ്രയീം ദേശത്തിനൊക്കെ അധിപതിയാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബ് സ്തംഭിച്ചുപോയി, അവർ പറഞ്ഞത് വിശ്വസിച്ചതുമില്ല. യോസേഫ് തങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെയും അവർ അവനോട് പറഞ്ഞു. തന്നെ കയറ്റിക്കൊണ്ടുപോകാൻ യോസേഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ യോസേഫ് ഒരു റോൾസ് റോയ്സ് കാറ് അയച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, യാക്കോബിനെ കൊണ്ടുപോകാനായിട്ട്. ആ ഒരു നിലവാരത്തിലാണ് ഈ വാക്യങ്ങളെ നാം കാണേണ്ടത്. അത് കണ്ടപ്പോൾ, രഥങ്ങളെ കണ്ടപ്പോൾ യാക്കോബിന് ചൈതന്യം വന്നു. നമ്മെ കൂട്ടുവാനായിട്ട് യേശുക്രിസ്തുവും രഥങ്ങളെ അയക്കുവാനായിട്ട് പോവുകയാണ്. മധ്യാകാശത്തിൽ നമ്മെ ചേർക്കുവാനായിട്ട് താൻ വരും. ആ സമയം വളരെ അടുത്തിരിക്കുകയാണ്. ഈയിടെ ഒരു ഭക്തൻ പറഞ്ഞു, 2030 ആവുമ്പോഴേക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം കഴിഞ്ഞിട്ട് 2000 വർഷം തികയാൻ പോവുകയാണ്. അപ്പോഴേക്കും എന്തെങ്കിലും സംഭവിക്കും എന്ന് ലോക സംഭവങ്ങൾ നമ്മെ വിളിച്ചറിയിക്കുകയാണ്. യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. അനേക വർഷങ്ങൾ യാക്കോബ് തന്റെ പ്രിയ മകനായ യോസേഫിനെ കുറിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അനേക വർഷങ്ങൾ, കണ്ണുനീരിന്റെ വർഷങ്ങളായിട്ട് താൻ തള്ളി നീക്കി. ആ സ്വപ്നം കാണുന്ന മകൻ മരിച്ചുപോയി എന്ന് താൻ വിചാരിച്ചു. എന്നാൽ അതൊരു നുണയായിരുന്നു. സാത്താൻ തന്നോട് പറഞ്ഞ ഒരു നുണ. യാക്കോബ് വയസ്സ് എന്ന് വയോവൃദ്ധനായിരുന്നു. എന്നാൽ തന്റെ വീടിന്റെ മുറ്റത്ത് 10 കഴുതപ്പുറത്ത് മിസ്രയീമിലെ വിശേഷ സാധനങ്ങൾ കൊണ്ടുവന്നതായിട്ട് നാം കാണുന്നു. യാക്കോബിനെയും കുടുംബത്തെയും കയറ്റിക്കൊണ്ടു പോകുവാൻ അനേക രഥങ്ങൾ തന്റെ വീടിന്റെ മുറ്റത്ത് വന്നു നിന്നു. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വല്ല മേഴ്സിഡസ് ബെൻസോ അല്ലെങ്കിൽ റോൾസ് റോയ്സ് കാറൊക്കെ മുറ്റത്ത് വന്ന് നിൽക്കുന്നത് പോലെ. ഇപ്പോൾ മിസ്രൈമിലെ അധിപതിയാണ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഈജിപ്റ്റ്. തന്റെ മകൻ യോസേഫിനെ കാണാനായിട്ട് യാക്കോബ് പോവുകയാണ്. യാക്കോബിന്റെ മനസ്സിൽ എന്തായിരിക്കും ചിന്ത എന്ന് ഞാനൊന്ന് ഊഹിച്ചു നോക്കുകയായിരുന്നു. യാക്കോബ് ആദ്യം അത് വിശ്വസിച്ചില്ല എന്നാണ് നാം 26-ാം വാക്യത്തിൽ വായിക്കുന്നത്. അവർ അവനോട്, യോസേഫ് ജീവനോടിരിക്കുന്നു. അതിന്റെ അവസാന ഭാഗത്ത് യാക്കോബ് സ്തംഭിച്ചു പോയി, അവർ അത് വിശ്വസിച്ചതുമില്ല, അവനത് വിശ്വസിച്ചില്ല. അനേക വർഷങ്ങൾ തന്റെ മകൻ മരിച്ചുപോയി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്ന പിതാവ് പെട്ടെന്ന് അവൻ ജീവനോടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ അത് വിശ്വസിച്ചില്ല. യാക്കോബ് ആദ്യം അത് വിശ്വസിച്ചില്ല. നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമല്ലേ? പലപ്പോഴും നാം അമ്പയെ പരാജയപ്പെട്ടു എന്ന് സാത്താൻ നമ്മോട് സംസാരിക്കുമ്പോൾ ഒരു നീണ്ട കാലയളവ് നാം പരാജയപ്പെട്ട ജീവിതം, നിരാശയിൽ ജീവിച്ച വ്യക്തികളായിരിക്കാം. അപ്പോൾ പിന്നെ വലിയൊരു വിജയം നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ് ദൈവം യോസേഫിനെ ഉയർത്തിയത്. യോസേഫിന്റെ ജീവിതത്തിൽ അടിമച്ചന്തയിലൂടെ തനിക്ക് കടന്നു പോകേണ്ടി വന്നു. കാരാഗ്രഹത്തിൽ താൻ ഇരുട്ടറയിൽ അടയ്ക്കപ്പെട്ടു. ഒരു വ്യഭിചാരിയാണെന്ന് തന്നെ
അനാവശ്യമായിട്ട് മുദ്രകുത്തി. എന്നാൽ തക്ക സമയത്ത് നമ്മളെ ഉയർത്തുന്ന ദൈവം ഫറവോന്റെ റൈറ്റ് ഹാൻഡായിട്ട് ദൈവം യോസേഫിനെ ഉയർത്തിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കഷ്ടതയിൽ ദൈവം തനിക്ക് ശക്തി കൊടുത്തു. ദൈവം പരീക്ഷയോടുകൂടി പോംവഴികൾ ഉണ്ടാക്കുന്നവനാണ്. നമ്മുടെ ജീവിതത്തിൽ അനേക കഷ്ടതകൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. എന്നാൽ അതിൽ നിന്നെല്ലാം തരണം ചെയ്യുവാൻ ആവശ്യമായ സ്വർഗീയ ശക്തി ദൈവം നമുക്ക് തരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇന്ന് ദൈവം നമ്മോട് പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൽ ഒരു വിജയമുണ്ട്, നിശ്ചയം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ക്ഷമയോടെ ഓരോ കാര്യങ്ങൾ പണിതുകൊണ്ടിരിക്കുകയാണ്. ദൈവം ഓരോ ദിവസവും തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ പണിയുന്ന ഒരു സ്ഥിതിയാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. ദൈവത്തിലുള്ള നമ്മുടെ അചഞ്ചലമായ വിശ്വാസം ഊട്ടി ഉറപ്പിക്കുവാനായിട്ട്. എന്റെ കൃപ നിനക്ക് മതി എന്നാണ് പൗലോസിനോട് ദൈവം പറഞ്ഞത്. തന്റെ ജീവിതത്തിൽ തന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ, തന്റെ ജഡത്തിൽ ഒരു രോഗം അല്ലെങ്കിൽ ശൂലം, ഇന്ന് പി ജെ ആന്റണിയുടെ ജീവിതത്തിലും 2 കിഡ്നിയും ഫെയിലിയറായി, ഡയാലിസിസ് ചെയ്യുന്നു. ജീവിതത്തിൽ എല്ലാം പ്രതികൂലം ആയിരിക്കുന്ന ഒരു സാഹചര്യം. എന്നാൽ ദൈവം തന്നോട് പറയുന്നത് എന്റെ കൃപ നിനക്ക് മതി എന്നാണ്. ജീവിതത്തിൽ ധാരാളം കൃപ ദൈവം ഓരോ ദിവസവും കൊടുത്തുകൊണ്ടിരിക്കുന്നു. ദേശത്തിലെ നന്മ നിങ്ങൾ അനുഭവിക്കും എന്നാണ് നാം പിന്നീട് വായിക്കുന്നത്. നാം വാസ്തവമായി ദൈവത്തെ അനുകരിച്ചാൽ ദൈവം നമുക്ക് നന്മകളെ അനുഭവിക്കാനായിട്ട് നമുക്ക് അവസരം നൽകും. അങ്ങനെ ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയം, നമ്മുടെ വിശ്വാസം അതൊക്കെ വർദ്ധിപ്പിക്കാൻ ദൈവം നമ്മെ സഹായിക്കും. തന്നെ കയറ്റിക്കൊണ്ടു പോകുവാൻ യോസേഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിന് ചൈതന്യം വന്നു. സാത്താൻ പോലും നമ്മെ നിരാശയുടെ നീർച്ചുഴയിൽ ഒരുപക്ഷെ തള്ളിയിട്ടേക്കാം. എന്നാൽ അവിടെ നിന്ന് സടകുടഞ്ഞ് എഴുന്നേൽക്കുക. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകില്ല എന്ന് സാത്താൻ പറയും. എന്നാൽ അത് വിശ്വസിക്കരുത്. ദൈവം തന്ന സ്വപ്നങ്ങൾ അവനത് നിറവേറ്റും തന്നെ ചെയ്യും. നമ്മുടെ കഴിഞ്ഞ കാലത്തേക്കാൾ അനേക അനുഗ്രഹങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകും. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന് നാളോളം അതിനെ തികയ്ക്കും എന്ന് നാം വായിക്കുന്നുണ്ട്. ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും, അതിന് സംശയമില്ല. യോവേൽ 2:28 നാം വായിക്കുന്നത് നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും എന്നാണ്. ദൈവമാണ് നമുക്ക് സുന്ദരമായ സ്വപ്നങ്ങൾ നൽകുന്നത്, പദ്ധതികൾ നൽകുന്നത്, പ്ലാനുകൾ നൽകുന്നത്. ദൈവം വെറുതെ തരുന്നതല്ല. ആ സ്വപ്നങ്ങൾ ദൈവം ചിറങ്ങു തരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമുക്ക് പറന്നുയരാൻ കഴിയും. ഉയരത്തിൽ ദൈവത്തിന്റെ സന്നിധാനത്തിലേക്ക് നമുക്ക് എത്തുവാനായിട്ട് കഴിയും. ഈ ഭൂമിയിലും ദൈവത്തിന്റെ ഹിതം നിറവേറ്റുവാൻ ദൈവം നമ്മെ സഹായിക്കും. പ്രിയ സഹോദരി സഹോദരന്മാരെ, സമയം കഴിഞ്ഞു പോയിട്ടില്ല. നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട്. ഉണരാം. ദൈവം യാക്കോബിന്റെ ജീവിതത്തിൽ ചെയ്ത ആ വലിയ വൻകാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പ്രാപ്തനാണ്. വിശ്വസിച്ചാൽ നമ്മൾ ദൈവത്തിന്റെ മഹത്വം കാണും എന്നാണ് നാം വായിക്കുന്നത്. ആ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ഗാനങ്ങളാലും ഈ ചിന്തകളാലും എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയ പിതാവിനെ കുറിച്ചുള്ള ധന്യമായ സ്മരണകളും തിരുവചനത്തിൽ നിന്നുള്ള ധ്യാന ചിന്തകളും പങ്കുവച്ച കർത്താവിൽ പ്രിയങ്കരനായ ജോബി ജോൺ അവറുകളോടുള്ള ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നു. മരുവിലെ അരുവികൾ എന്ന ഈ സംഗീത സന്ധ്യയിൽ ഇനി 4 ഗാനങ്ങൾ കൂടി അവശേഷിക്കുന്നു. കർത്തൃദാസൻ പി ജെ ആന്റണി അങ്കിൾ എഴുതിയ മനോഹരമായ ഒരു പ്രഭാത ഗാനമാണ് ഇനി നാം കേൾക്കാൻ പോകുന്നത്. എൻ മാനസം സമ്മോദമായി പാടി സ്തുതിച്ചിടുമേ, എൻ നാഥനാം യേശുവേ ഈ നൽ പ്രഭാതത്തിലും എന്ന് തുടങ്ങുന്ന ഗാനം ആലപിക്കുവാൻ ഞാൻ വളരെ ബഹുമാനത്തോടുകൂടി പ്രിയ സഹോദരി അനീമ ജസ്റ്റിനെ ക്ഷണിക്കുന്നു. പ്രിയ സഹോദരി അയർലൻഡിൽ നിന്നും ഈ ശുശ്രൂഷയിലേക്ക് ജോയിൻ ചെയ്തു. Praise the Lord.
സ്തുതിച്ചിടുവേ. ശ്വാസമാ മാനസം
താങ്ക് യു സിസ്റ്റർ. ഈ നാളുകളിൽ സഹോദരിയുടെ ശബ്ദം ദൈവനാമഹത്വത്തിനായ ജീവിതത്തിന്റെ തിരക്കുകളുടെ ഇടയിലും കർത്താവിന് വേണ്ടി പാടാനുള്ള ആ അവസരത്തെ ദൈവനാമഹത്വത്തിനായി വിനിയോഗിക്കുന്നതിൽ സഹോദരിയോട് മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഗായകന്മാരാണ് ഈ പ്രോഗ്രാമിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നതും അവർ ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ ബദ്ധപ്പാടുകൾക്കിടയിൽ കർത്താവിന് വേണ്ടി പാടാനുള്ള സമയം മാറ്റിവെച്ച് അവർ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിൽ എല്ലാ ഗായകന്മാരോടുമുള്ള സ്നേഹം ദൈവനാമത്തിൽ അറിയിക്കുന്നു. അടുത്ത ഗാനം ആലപിക്കാൻ ഞാൻ പ്രിയ ഷാലിൻ വർഗീസ് ന്യൂയോർക്കിൽ നിന്ന് പ്രിയ സഹോദരൻ ആലപിക്കുന്നു. കർത്തൃദാസൻ PJ ആന്റണി എഴുതിയ സന്തോഷത്തിന്റെയും പ്രത്യാശയുടെയും ആശയങ്ങൾ, വാക്കുകൾ സമ്മിശ്രമായ ഒരു ഗാനമാണ് ഇനി നാം കേൾക്കാൻ പോകുന്നത്. ഈ ഭൂമിയിൽ നമുക്കറിയാം പ്രധാനപ്പെട്ട 2 കുടുംബങ്ങൾ, ഒന്ന് പാപികളുടെ കുടുംബം, 2 ദൈവമക്കളുടെ കുടുംബം. 2 കുടുംബങ്ങളിലും രോഗമുണ്ട്, ദുഃഖമുണ്ട്, വേർപാടുണ്ട്. വേർപാടിന്റെ വേദന 2 കുടുംബങ്ങളിലുമുണ്ട്. എന്നാൽ പാപികളുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ വേർപെട്ടു പോയാൽ തന്റെ പ്രിയപ്പെട്ടവരുമായി പിന്നീട് ഒരിക്കലും ഒരു പുനഃസംഗമം, ഒരു സമാഗമം ഉണ്ടാകുകയില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കുടുംബത്തിൽ നിന്നും മാതാപിതാക്കളോ മക്കളോ സഹോദരന്മാരോ സഹോദരിമാരോ മരണത്തിലൂടെ മാറ്റപ്പെട്ടാൽ വേർപാടൊരു വേദന തന്നെയാണെങ്കിലും അതിനപ്പുറത്ത് നമുക്കൊരു ആനന്ദമുണ്ട്. താതനും മാതാവും മക്കളും എല്ലാം മറ്റൊരു നാൾ ഒരുമിച്ച് ചേരും. പിന്നീട് ഒരിക്കലും പിരിയാൻ ആവശ്യമില്ലാതെ വണ്ണം, പിന്നീട് ആർക്കും പിരിക്കാൻ കഴിയാതെ വണ്ണം അവർ നമ്മൾ വീണ്ടും ഒന്നിച്ചു ചേരും. അപ്പൊ ആ വലിയ പ്രത്യാശയാണ് ദൈവമക്കളുടെ കുടുംബത്തിലെ ക്രിസ്തീയ ജീവിതത്തിന്റെ വലിയ പ്രത്യാശ. അതുകൊണ്ടാണ് വേർപാടിന്റെ നൊമ്പരങ്ങളെ അവർ ധൈര്യത്തോടുകൂടി നേരിടുന്നത്. കർത്താവിന്റെ ദാസന്റെ ജീവിതത്തിലെ പാപിയായി തന്നെ രക്ഷിച്ച കർത്താവിനോടുള്ള സ്നേഹത്തിന്റെ ബഹിർസ്ഫുരണവും ക്രിസ്തുവിനുള്ള വേർപാട് വന്നാൽ അതിന്റെ അപ്പുറത്തുണ്ടാകുന്ന കൂടിച്ചേരലിനെ കുറിച്ചുള്ള സന്തോഷവും ഒരുപോലെ പങ്കുവയ്ക്കുന്ന ദൈവമാൻ രക്ഷകനായി തീർന്നതാൽ ധൈര്യമായി ഞാൻ പാടിടും ഹല്ലേലൂയ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിക്കുവാൻ പ്രിയ സഹോദരൻ ഷാലിൻ വർഗീസിനെ ഏറെ ആദരവോടെ ഞാൻ ക്ഷണിക്കുന്നു. ദൈവമെന്റെ രക്ഷകനായി തീർന്നതാ, ധൈര്യമായി ഞാൻ പാടിടും ഹല്ലേലൂയാ. ധൈര്യമെന്റെ രക്ഷകനായി തീർന്നതാൽ ധൈര്യമായി ഞാൻ പാടിടും ഹല്ലേലൂയാ. വൈരിയാം ദുഷ്ടനെ വെന്നു ഞാൻ നിത്യവും സ്വൈര്യമായി വസിച്ചിടും തൻ സന്നിധോ. വൈരിയാം ദുഷ്ടനെ വെന്നു ഞാൻ നിത്യവും സ്വൈര്യമായി വസിച്ചിടും തൻ സന്നിധോ. ആശയറ്റ പാപിയായി ഞാൻ ജീവിച്ചു, നാശത്തിന്റെ പാതയിൽ പതിച്ചപ്പോൾ. ആശയറ്റ പാപിയായി ഞാൻ ജീവിച്ചു, നാശത്തിന്റെ പാതയിൽ പതിച്ചപ്പോൾ. യേശു എന്നെ തേടി വന്നു, ജീവൻ തന്നു രക്ഷിച്ചു, ആശ്വസിപ്പിച്ചെന്നെ നിത്യ സ്നേഹത്താൽ. യേശു എന്നെ തേടി വന്നു, ജീവൻ തന്നു രക്ഷിച്ചു, ആശ്വസിപ്പിച്ചെന്നെ നിത്യ സ്നേഹത്താൽ. ദൈവമെന്റെ രക്ഷകനായി തീർന്നതാൽ ധൈര്യമായി ഞാൻ പാടിടും ഹല്ലേലൂയാ. വൈരിയാം ദുഷ്ടനെ വെന്നു ഞാൻ നിത്യവും സ്വൈര്യമായി വസിച്ചിടും തൻ സന്നിധോ. വൈരിയാം ദുഷ്ടനെ വെന്നു ഞാൻ നിത്യവും സ്വൈര്യമായി വസിച്ചിടും തൻ സന്നിധോ. ഞാൻ സുരക്ഷിതൻ തിരുകൈകളിൽ, എന്നും കാത്തിടും കരങ്ങൾ ശക്തമാം. ഇന്നു ഞാൻ സുരക്ഷിതൻ തിരുകൈകളിൽ, എന്നും കാത്തിടും
കരങ്ങൾ ശക്തമാം. വന്നു വാനിൽ ചേർത്തിടുന്ന നാളെടുത്തിടുന്നിതാ, അന്നവന്റെ പൊന്മുഖം ഞാൻ കണ്ടിടും. വന്നു വാനിൽ ചേർത്തിടുന്ന നാളെടുത്തിടുന്നിതാ, അന്നവന്റെ പൊന്മുഖം ഞാൻ കണ്ടിടും. ദൈവം എന്റെ രക്ഷകനായി തീർന്നതാ, ധൈര്യമായി ഞാൻ പാടിടും ഹല്ലേലൂയാ. ദൈവികൻ ദുഷ്ടനെ വെന്നു ഞാൻ നിത്യവും സ്വൈര്യമായി വസിച്ചിടും തൻ സന്നിധോ. വൈര്യനാം ദുഷ്ടനെ വെന്നു ഞാൻ നിത്യവും സ്വൈര്യമായി വസിച്ചിടും തൻ സന്നിധോ. കണ്ണുനീരും കഷ്ടവും നിരാശയും മണ്ണിലെ വേർപാടും ദുഃഖവേളയും. കണ്ണുനീരും കഷ്ടവും നിരാശയും മണ്ണിലെ വേർപാടും ദുഃഖവേളയും. താതൻ മാത മക്കൾ വീണ്ടും ഒത്തുചേരും നാളതിൽ പൂർണ്ണമായി മാറിടും സന്തോഷമായി. താതൻ മാത മക്കൾ വീണ്ടും ഒത്തുചേരും നാളതിൽ പൂർണ്ണമായി മാറിടും സന്തോഷമായി. ദൈവം എന്റെ രക്ഷകനായി തീർന്നതാൽ ധൈര്യമായി ഞാൻ പാടിടും ഹല്ലേലൂയാ. ദൈവം എന്റെ രക്ഷകനായി തീർന്നതാൽ ധൈര്യമായി ഞാൻ പാടിടും ഹല്ലേലൂയാ. വൈരിയാം ദുഷ്ടനെ വെന്നു ഞാൻ നിത്യവും സ്വൈര്യമായി വസിച്ചിടും തൻ സന്നിധോ. വൈര്യനാം ദുഷ്ടനെ വെന്നു ഞാൻ നിത്യവും സ്വൈര്യമായി വസിച്ചിടും തൻ സന്നിധോ. വളരെയധികം നന്ദി പ്രിയ സഹോദരൻ ഷാലിനോടും സിസ്റ്റർ ഷേലിയോടും ദൈവനാമത്തിൽ അറിയിക്കുന്നു. ഈ സംഗീത നിശയുടെ സമയരഥ ചക്രം അതിവേഗം ഉരുളുന്നത് കൊണ്ട് ഞാൻ വാക്കുകളേറെ മുന്നോട്ടേക്ക് നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ ചുരുക്കം വാക്കുകളിൽ ഗാനങ്ങൾ അവതരിപ്പിക്കട്ടെ. ഓരോ നിമിഷവും നമ്മെ മറക്കാത്ത ദൈവം, ഓരോ നിമിഷവും നമ്മെ കൈവിടാത്ത ദൈവം, നമ്മുടെ ഓരോ പ്രയാസഘട്ടങ്ങളിലും തന്റെ ചിറകിൻ കീഴിൽ നമ്മെ മറയ്ക്കുന്ന ദൈവം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏറി വരുന്ന ഏത് ആദികളിലും നാം ഏകരല്ല, നാം അനാഥരല്ല, നാം അശരണരല്ല. ദൈവം നമ്മുടെ കൂടെയുണ്ട്. വളരെ മനോഹരമായ ഒരു ഗാനത്തിനായി നമുക്കിപ്പോൾ കാതോർക്കാം. സിസ്റ്റർ ലിറ്റി ബെൻ ചെന്നൈയിൽ നിന്നും ഈ ഗാനം ആലപിപ്പാൻ നമ്മോടൊപ്പം ചേരുന്നു. അനിന്ദിനവും അരികിലുള്ള അരുമനാഥൻ മതി എനിക്ക് എന്ന് തുടങ്ങുന്ന ഗാനം. Praise the Lord.
അനവധിയാ അനുഗ്രഹങ്ങൾ അരുളി എന്നെ അണയ്ക്കുമവൻ. ഈ ഗാനം വളരെ മനോഹരമായി ആലപിച്ച പ്രിയ സഹോദരി ലിത്യോടും അതുപോലെ കീബോർഡിൽ സഹായിച്ച പ്രിയപ്പെട്ട സഹോദരനോടുമുള്ള ഞങ്ങളുടെ സ്നേഹം ദൈവനാമത്തിൽ അറിയിക്കുന്നു. മരുവിലെ അരുവികൾ എന്ന ഈ സംഗീത നിശയിലെ ഏറ്റവും അവസാനത്തെ ഗാനത്തിനായി നാം കാതോർക്കാൻ പോവുകയാണ്. കർത്തദാസൻ പി.ജെ. ആന്റണി അങ്കിൾ എഴുതിയ വളരെ പ്രസിദ്ധമായ ഒരു ഗാനമാണ് ഇപ്പോൾ നാം കേൾക്കാൻ പോകുന്നത്. നമ്മുടെ കർത്താവ് അലറുന്ന കടലിനെയും കാറ്റിനെയും ശാസിച്ചിട്ടുള്ളവൻ മാത്രമല്ല, അവൻ കടലലകളിൽ മീതെ നടന്നവനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിത സാഗരത്തിൽ നാം നേരിടുന്ന വലിയ കാറ്റും കോളുമെല്ലാം അമർച്ച ചെയ്യുവാൻ നമ്മോടൊപ്പം നമ്മുടെ കർത്താവുണ്ട്. നമ്മുടെ ജീവിത തോണിയിൽ അമരത്തുറങ്ങുന്ന നായകനായി കർത്താവുണ്ട്. ഈ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന്. അതുകൊണ്ട് കർത്താവിൽ ആശ്രയിച്ച് ക്രിസ്തീയ ജീവിതം നയിക്കുന്ന വ്യക്തിക്ക് ഈ ലോകസാഗരത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ വന്നാലും അവൻ നെഞ്ചു തുറന്ന് ഇങ്ങനെ പാടാൻ കഴിയും, ആഹാ ഇമ്പം ഇമ്പം ഇമ്പം, ഇനി എന്നും ഇമ്പമേ എൻ ജീവിതത്തിന്റെ നൗകികയിൽ യേശു വന്ന നാൾ മുതൽ എന്ന്. യേശുവിനെ അറിഞ്ഞ അന്നു മുതൽ ഈ ലോകസാഗരത്തിൽ പ്രക്ഷുബ്ധമായ കാറ്റും കോളും നമ്മെ ആഞ്ഞടിച്ചെന്ന് ഇരിക്കാം, ജീവിതം തകർന്നു പോകാനുള്ള സാഹചര്യങ്ങൾ വന്നെന്നിരിക്കാം. എന്നാൽ എനിക്ക് എന്നും ഇമ്പമാണ്. നായകനായി അമരത്ത് യേശുവുണ്ട്. കൊടുങ്കാറ്റടിച്ച് അലയുയരുമെന്ന പ്രസിദ്ധമായ ഗാനം ഇവിടെ ആലപിക്കുന്നു കർത്താവിൽ പ്രിയങ്കര ഗായകൻ ജെയിംസ് തോമസ് കൊച്ചി. പ്രിയ സഹോദരനെ ഈ ഗാനം ആലപിക്കാൻ ഞാൻ ക്ഷണിക്കുന്നു. കാറ്റടിച്ചു അല ഉയരും വൻ സാഗരത്തിൻ അലകളിൽ കാറ്റടിച്ചു അല ഉയരും വരും ജീവിതത്തിൽ പടകില്ലവൻ വരും ശാന്തിതന്റെ ഭജനങ്ങളാ. വരും ജീവിതത്തിൽ പടകില്ലവൻ തരും ശാന്തിതന്റെ വചനങ്ങളാ. ആഹാ ഇമ്പം 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 ഇനിയെന്നും ഇമ്പമേ ജീവിതത്തിൽ നൗകയിൽ താൻ വന്ന നാൾ മുതൽ. ആഹാ ഇമ്പം 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 ഇനിയെന്നുമെന്നുമേ എൻ ജീവിതത്തിൽ നൗകയിൽ താൻ വന്ന നാൾ മുതൽ. വാക്കുകൊണ്ടു സകലത്തെയും വരും ശോഭയേകി മെനഞ്ഞവൻ താൻ. വാക്കുകൊണ്ടു സകലത്തെയും വരും ശോഭയേകി മെനഞ്ഞവൻ താൻ. ചുടുചോര ചൊരിഞ്ഞല്ലോ രക്ഷിച്ചു, തിരുദേഹമായി നമ്മെ സൃഷ്ടിച്ചു. ചൂടുചോര ചൊരിഞ്ഞല്ലോ രക്ഷിച്ചു, തിരുദേഹമായി നമ്മെ സൃഷ്ടിച്ചു. ആഹാ ഇമ്പം 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 ഇനിയെന്നും ഇമ്പമേ ജീവിതത്തിൽ നൗകയിൽ താൻ വന്ന നാൾ മുതൽ. ആഹാ ഇമ്പം 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 ഇനിയെന്നും ഇമ്പമേ എൻ ജീവിതത്തിൽ നൗകയിൽ താൻ വന്ന നാൾ മുതൽ. വേഗമെന്നു അരുളിയവൻ വരും മേഘമതിലടുത്തൊരു നാൾ. വേഗമെന്നു അരുളിയവൻ വരും മേഘമതിലടുത്തൊരു നാൾ.
തരും ശോഭയേറും കിരീടങ്ങളെ തിരുവേണ്ട നന്നായി തികച്ചവർക്കായി തരും ശോഭയേറും കിരീടങ്ങളെ വേണ്ട നന്നായി തികച്ചവർക്കായി ആഹാ ഇമ്പം 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 ഇനിയെന്നും ഇമ്പമേ എൻ ജീവിതത്തിൽ നൗകയിൽ വന്ന നാൾ മുതൽ ആഹാ ഇമ്പം 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 ഇനിയെന്നും ഇമ്പമേ എൻ ജീവിതത്തിൽ നൗകയിൽ വന്ന ആഹാ ഇമ്പം 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 ഇനിയെന്നും ഇമ്പമേ എൻ ജീവിതത്തിൽ നൗകയിൽ വന്ന നാൾ മുതൽ ആഹാ ഇമ്പം 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 ഇനി ഇമ്പമെന്നുമേ എൻ ജീവിതത്തിൽ നൗകയിൽ താൻ വന്ന നാൾ മുതൽ. അതെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ നൗകയിൽ യേശു വന്ന നാൾ മുതൽ ഇതുവരെ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. എന്നാൽ കൈവിടാത്തവനായി ആ ദൈവം നമ്മുടെ കൂടെ നടന്നു. നമ്മുടെ ജീവിതത്തിന്റെ പ്രക്ഷുബ്ധമായ പ്രതിസന്ധികളെല്ലാം കർത്താവ് ശാന്തമാക്കി തീർത്തു. ആ കർത്താവിന്റെ നാമം എല്ലാ നിലയിലും ഈ രാത്രിയിൽ മഹത്വപ്പെടുമാറാകട്ടെ. ഈ മനോഹരമായ ഗാനത്തിന് ശബ്ദം നൽകിയ ജെയിംസ് തോമസ് അവറുകളോടും അതുകൂടാതെ പശ്ചാത്തലത്തിൽ സഹായിച്ച പ്രിയപ്പെട്ടവനോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ 88 വർഷത്തെ ജീവിതം കർത്താവിനെ കണ്ടുമുട്ടിയ അന്ന് മുതൽ കൗമാരം, ബാല്യം, യൗവനം, അതുപോലെ വാർദ്ധക്യം, ഈ ജീവിതത്തിന്റെ അവസാന നാളുകൾ, അങ്ങനെ എല്ലാ നാളുകളിലും 13-ാമത്തെ വയസ്സ് മുതൽ 88 വയസ്സ് വരെ ഉള്ള ജീവിതയാത്രയിൽ കർത്താവിന് വേണ്ടി എരിവോടെ, കർത്താവിന് വേണ്ടി ആവേശത്തോടെ കത്തിജ്വലിച്ച ഈ ദൈവഭക്തനായ PJ ആന്റണി എന്ന ദൈവദാസനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പലരും അവരുടെ ജീവിതത്തിന്റെ സായാഹ്നം എത്തുമ്പോൾ, വിശ്രമിക്കുമ്പോൾ, വിശ്രമരഹിതമായി സായാഹ്നത്തിൽ കർത്താവിന് വേണ്ടി കത്തിജ്വലിച്ച ഒരു വ്യക്തിയായി, ഒരു മലബാറുകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് വിദൂരതയിൽ നിന്നുകൊണ്ട് ഈ ദൈവഭക്തനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിലൂടെ ദൈവം ചെയ്തിട്ടുള്ള വൻകാര്യങ്ങൾക്കായിട്ട് ദൈവത്തിന് എല്ലാവിധമായ മഹത്വവും സ്തുതിയും സ്തോത്രവും കരയറ്റാം. ദൈവത്തിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വളരെ നന്ദിയോടെയുള്ള ചെറിയ വാക്കുകൾ രേഖപ്പെടുത്താനാണ് ഇങ്ങനെ എൻ്റെ ഉദ്ദേശം. ദൈവനാമത്തിനായി എല്ലാ സഹോദരി സഹോദരന്മാരും കടന്നു വന്നു, അതിൽ പങ്കെടുക്കാൻ സഹായിച്ചു. എല്ലാവരും ദൈവനാമത്തിൽ എല്ലാവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. പ്രത്യേക ദേവദാസൻ PJ ആന്റണി അങ്കിള് കഴിഞ്ഞ വർഷങ്ങളെല്ലാം ദൈവവേലയോട് ബന്ധപ്പെട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം അത് ഓർക്കുവാനും പ്രത്യേക അത് ഇന്നത്തെ ഓഡിയൻസിനെ കാണുമ്പോൾ വളരെ ഓഡിയൻസ് ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ മാനിക്കുന്നതാണ്, ദൈവത്തെ മാനിക്കുന്നുണ്ട്. എന്നാൽ തന്നെ തൻ്റെ ശുശ്രൂഷകളെല്ലാം ഇവിടുത്തെ ഈ മലബാറിലും ഈ പ്രദേശത്തുമുള്ള സഹോദരി സഹോദരന്മാരെല്ലാവരും ഓർക്കുന്നുണ്ട് എന്ന് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. താനും തൻ്റെ 88 വയസ്സിൽ കടന്നു വന്നെങ്കിലും ദൈവനാമത്തിനായി താൻ ചെയ്ത ശുശ്രൂഷകളെല്ലാം ദൈവം വീണ്ടും മാനിക്കട്ടെ, സഹായിക്കട്ടെ. തനിക്ക് ഡയാലിസിസിന്റെ പ്രശ്നങ്ങളുണ്ട്, എന്നാൽ കർത്താവ് ആരോഗ്യം ബലമില്ലെന്ന് തന്നെ നടത്തട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. താൻ എഴുതിയ ഉദ്ദേശം 8 പാട്ടുകൾ താൻ എഴുതിയ നമ്മൾ കേട്ടപോലെ അദ്ദേഹം പ്രിയ അച്ഛന് ഇതുപോലെ PJ ജോസഫ് അങ്കിള് ഉദ്ദേശം 138 പാട്ടുകൾ എഴുതി നാം കേട്ടത്. ഇതെല്ലാം നമുക്കത് ഈ രീതിയിൽ ഓഡിയൻസ് ചെയ്യാൻ സാധിക്കുന്നതിലും അതിൻ്റെ പ്രധാനപ്പെട്ട 8 പാട്ട് അത് എഴുതാൻ ദൈവം ഇടപെടുത്തി സ്തുതിക്കുന്നു. ആദ്യമായി ദൈവനാമത്തിനായി ഉന്നതനായ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിന്റെ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്തത് ജോയ് ബ്രദറാണ്. അദ്ദേഹമാണ് ഇതിന്റെ കാര്യങ്ങൾ ഇങ്ങനെ PJ ജോസഫ് അങ്കിളിന്റെ കാര്യം നിർദ്ദേശിച്ചു. PJ ആന്റണി അച്ഛൻ പറഞ്ഞതും നിർദ്ദേശിച്ചതും അത് ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യുവാൻ ഇടവരുത്തിയിട്ടെല്ലാം ആണ് ഇതിന്റെ
പിന്നിലുള്ള എല്ലാ ദൈവിക ശുശ്രൂഷയും താൻ ചെയ്തിരുന്നുണ്ട്. അതിന് വേണ്ടി ദൈവത്തിനെ സ്തുതിക്കും. തന്റെ ശരീരമായ അനാരോഗ്യങ്ങൾ ഉണ്ടെങ്കിലും അതിനായി ദൈവം തന്നെ വിനിയോഗിക്കുന്നു. അതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. അതുപോലെ ഇതിന്റെ നരേഷൻ ഭംഗിയായിട്ട് പറയുവാൻ ദൈവം തന്നെ പ്രിയ സഹോദരൻ അഗസ്റ്റിൻ കെ മാത്യു സഹോദരനെ രാജഭവനത്തിൽ നിന്ന് സഹായിച്ചു. അത് വളരെ ഹൃദയംഗമായി തീർന്നു എന്നതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതിന്റെ ഓരോ സന്ദർഭം അനുസരിച്ച് അത് വളരെ വിശദമായി പറഞ്ഞല്ലോ. അതിനെ സ്തുതിക്കുന്നു. പാട്ട് പാടിയ എല്ലാവരെയും ഞാൻ പ്രിയ ആദ്യത്തെ പാട്ട് പാടിയ മെൽബേണിൽ നിന്നുള്ള പ്രിയ സജീവ് മാത്യുവിനെ ഓർത്ത് സ്തുതിക്കുന്നു. സ്തുതി സ്തോത്രങ്ങൾ എന്ന ആ പാട്ട് വളരെ ഭംഗിയായിട്ട് വളരെ സഹായിച്ചു. അതുപോലെ പ്രമോദ് ജോഹയിൽ നിന്നും എന്റെ നാഥൻ എന്നുള്ള തുടങ്ങുന്ന പാട്ട് നന്നായി പാടുവാൻ ദൈവം ഇടവരുത്തി. മൂന്നാമത്തെ പാട്ട് പാടിയ ബ്രദർ ലിജോ ജോർജ് ടൊറന്റോയിൽ നിന്ന് കാനഡയിൽ നിന്ന് നന്നായി പാടുവാൻ ദൈവം ഇടവരുത്തി. ദൈവത്തിന് ദൈവനാമത്തിനായി തീരുവാൻ സഹായിച്ച സ്തോത്രം. അതുപോലെ ബ്രദർ ജോൺ തമ്പാൻ ന്യൂജേഴ്സിയിൽ നിന്ന് കരുതുവ കരങ്ങൾ എന്ന അത് മ്യൂസിക്കൽ ക്ലാസിക്കൽ ഗാനങ്ങൾ പാടുവാൻ ഭംഗിയായിട്ട് പാടുവാൻ ദൈവം സഹായിച്ചു. അതിനെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ പ്രിയ അനീമ ജസ്റ്റിൻ അയർലൻഡിന്റെ ഭാഗത്തു നിന്ന് എൻ മാനസം നന്നായി പാടുവാൻ പ്രിയ സഹോദരിയെ സഹായിച്ചു. സ്തോത്രം. അതുപോലെ ഷാർലിൻ വർഗീസും സിസ്റ്റർ ഷെർലിയും ന്യൂയോർക്കിന്റെ ഭാഗത്തു നിന്ന് ദൈവം എന്റെ രക്ഷകനായി എന്ന പാട്ട് എനിക്ക് ശരീരമായ പല പ്രശ്നങ്ങളിൽ ഇരിക്കുന്നു. എന്നാലും ദൈവം തന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് എന്റെ സഹായം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതിനെ സ്തുതിക്കുന്നു. അതുപോലെ സിസ്റ്റർ ഗിറ്റി ബെൻ ചെന്നൈയിൽ നിന്ന് അനുദിനവും അരികിൽ എന്ന പാട്ട് നന്നായി പാടുവാൻ ദൈവം സഹായിച്ചു. ദൈവനാമത്തിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ബ്രദർ ജെയിംസ് തോമസ് കൊച്ചിയിലെ കൊടുങ്കാറ്റടിച്ചു എന്ന പാട്ട് നന്നായി പാടുവാൻ ദൈവം സഹായിച്ചു. അതിനായി സ്തോത്രിക്കുന്നു. അതുപോലെ തന്നെ പ്രിയ ദേവദാസന്റെ മകൻ ജോബി ജോൺ ബഹറിൽ നിന്ന് എന്റെ പിതാവിനെ കുറിച്ചുള്ള ഓർമ്മകൾ ചില കാര്യങ്ങളും അതുപോലെ ദൈവവചനത്തിൽ നിന്ന് അത് ജനസിസ് അതിൽ ജനസിന്റെ 45 അതുപോലെ 37 6 ഒക്കെ അവർ സവിസ്തരം പറയാൻ സഹായിച്ചു. യാക്കോബിന്റെയും ജോസഫിന്റെയും കാര്യങ്ങൾ എല്ലാം സവിസ്തരം കാണുവാൻ സഹായിച്ചു. കൂടാതെ ഇനിയും ദൈവനാമത്തിനായി നമ്മുടെ വ്യക്തിപരമായി നമ്മൾ പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്തത്തിനെ താൻ ഓർപ്പിക്കുവാൻ ഇടവന്നു എന്ന് ഓർക്കുന്നു. നമുക്ക് വ്യക്തിപരമായി നമുക്ക് എവിടെ ചെന്നാലും ദൈവത്തെ പറയുവാൻ അവിശ്വാസികളോട് പറയുവാൻ എല്ലാം നമുക്ക് അവസരങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ തക്ക സമയത്ത് വിനിയോഗിക്കുന്ന കർത്താവ് വരുവാൻ വളരെ സമയം അടുത്തിരിക്കുന്നു. ഞാൻ ഒരു ചെറിയ അനുഭവം മാത്രം ഒരു മാസം മുമ്പ് ഞാൻ താമസിക്കുന്നത് ഓസ്ട്രേലിയയിലാണ്. ഞാൻ ലൈബ്രറിയിൽ ചെന്നു. അവിടെ ലൈബ്രറിയനായ ആള് ഇങ്ങനെ കയ്യിലൊക്കെ കരുതി വരുത്തിയിരുന്നു. അതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്തോ പേരെന്തോ പെട്ടെന്ന് മതവും ജാതി ചോദിക്കാൻ പറ്റില്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചു, നീ ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് ചോദിക്കുന്നു. ഓർക്കല്ല, ഞാൻ വ്യത്യസ്തമാണെന്ന് പറഞ്ഞു, നിരീശ്വരവാദിയാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സംഭാഷണം പറഞ്ഞ് അദ്ദേഹത്തിന് വേറെ ഒന്നും പറയാനില്ല. ഞാൻ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു. താൻ രക്ഷയുടെ അടുത്തുവരെ വന്നു. പിന്നീട് നമുക്ക് പറയാം എന്ന് പറഞ്ഞ് പിരിഞ്ഞു. എന്ന് വെച്ചാൽ ഇനിയും ഞാൻ കാണുമ്പോൾ ആ സഹോദരനോട് വീണ്ടും പറഞ്ഞ് ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യുവാൻ ദൈവം ഇടവരുന്നു എന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ നമുക്ക് പേഴ്സണലി ചെയ്യാവുന്ന പല ശുശ്രൂഷകളുണ്ട്. അതെല്ലാം തക്ക സമയത്ത് ചെയ്യുവാൻ ദൈവം ഇടവരുത്തട്ടെ എന്ന് ഓർക്കുന്നു. ഞാൻ വീണ്ടും ഇവിടുത്തെ തിരിച്ചു വന്ന കർത്താവ് എങ്കിൽ ഇവിടെ ഞങ്ങളുടെ സൂം മീറ്റിംഗിലൊക്കെ നടക്കുന്ന ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ ഓർക്കുന്നു. രാവിലെ ഇന്ത്യൻ സമയമാണ് ഞാൻ പറഞ്ഞത്. ഇവിടുത്തെ 5:30 മണിക്ക് ബൈബിൾ സ്റ്റഡി നടക്കുന്നുണ്ട്. ഇപ്പോൾ റോമർ എഴുതിയ ലേഖനം 10-ാം അധ്യായമാണ്. അത് പ്രിയ ദേവദാസൻ കെ എൻ ജോൺ തലപ്പുറം അത് ചെയ്യുന്നു. തീർച്ചയായിട്ടും ഉദ്ദേശം 4 വർഷമായിട്ട് ഇങ്ങനെയുള്ള ബൈബിൾ സ്റ്റഡി തുടർന്നുകൊണ്ടിരിക്കുന്നു. ദൈവം അനുവദിക്കുന്ന നിങ്ങൾക്കെല്ലാം അതിൽ പാർട്ടിസിപ്പേറ്റ് ആകാം. അതിന്റെ ഈ സെയിം ലിങ്കിൽ മാത്രം ആണ് നമുക്കെല്ലാം കയറുവാൻ. അത് ഇന്ത്യൻ സമയം രാവിലെ 5:30 സോറി 6:30 ക്ഷമിക്കണം, 6:30 മണിക്ക്. അതുപോലെ വ്യാഴാഴ്ച
സഹോദരിമാരുടെ മീറ്റിംഗ് ഉണ്ട്. അത് 6 മണിക്ക് വ്യാഴാഴ്ച. അത് എല്ലാവർക്കും കടന്നു വന്ന് അത് വൈകുന്നേരം 5:30 സോറി. അതുപോലെ ശനിയാഴ്ച ഫാമിലി മീറ്റിംഗ് 6 മണിക്കുണ്ട്. അതിനും കടന്നു വന്ന് അത് മാസപ്പെടുവാൻ ഇടപെടുത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ പ്രിയ റിജോയ് സഹോദരൻ ചെയ്യുന്ന ഈ കണ്ണൂരിന്റെ ഭാഗത്ത് ചെയ്യുന്ന ശാലോം ഗോസ്പൽ മിനിസ്ട്രീസിനെ ഓർക്കണം. ഓപ്പൺ എയർ പ്രവർത്തനങ്ങളും മറ്റെല്ലാ പ്രവർത്തനങ്ങളുണ്ട്. അത് നാം കൂടുതൽ മാറ്റപ്പെടുത്താൻ നേടുവാൻ ഇടപെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ പ്രാർത്ഥനയ്ക്കായി അതുപോലെ ഞാനും പ്രാർത്ഥനയ്ക്കായി വിഷയമുള്ളത് പ്രിയ ദേവദാസൻ എം ജോൺ സഹോദരന്റെ ശരീരമായ ക്ഷീണങ്ങളിൽ ഇരിക്കുന്നു. തന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ഇവിടെ ഞാൻ ബർത്തിന്റെ ഭാഗത്ത് ഞാൻ താമസിക്കുന്നു. ഇങ്ങനെ ഞങ്ങളെ ഒന്നിച്ചായിരിക്കുവാൻ ദൈവം ഇടവരുത്തി. ഞങ്ങളുടെ പിതാവ് കഴിഞ്ഞ ആഴ്ച കടന്നുപോയി, ഒരു യാത്രയൊക്കെ നൽകി. ഇന്ന് ഇങ്ങനെ ഞങ്ങളുടെ ഈ ഭവനത്തിൽ ഇങ്ങനെ ആയിരിക്കാൻ ദൈവം ഇടവരുത്തി ആസ്വദിക്കുന്നു. ഓസ്ട്രേലിയയിലും ഇപ്പം ലേബർ ഗവൺമെന്റ് ആണ് ഭരിക്കുന്നത്. ഇവാഞ്ചലിസത്തിന് യാതൊരു സാഹചര്യമില്ല. നേരത്തെ നടക്കുന്ന ട്രാക്ട് വിതരണത്തിനെയൊക്കെ വളരെ തടസ്സങ്ങളുണ്ട്. എന്നാലും വീണ്ടും ദൈവം അതിന് പ്രവർത്തിക്കുവാൻ അതിനെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയെ സഹായിച്ച പ്രിയ രാഴ്ച ന്യൂയോർക്കിൽ നിന്ന് രാഴ്ചനെ ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ഇപ്പം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്ന അഡ്വാൻസായി പുന്നപ്പുറയിലെ ദേവദാസൻ, പുന്നപ്പുറ ബദൽ സഭയിലെ ദേവദാസൻ സെബാസ്റ്റ്യൻ വരെ ക്ഷണിക്കുന്നു. ഇത്രത്തോളം ദൈവം സഹായിച്ചു. എല്ലാ മഹത്വവും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് പ്രിയ സഹോദരനെ സെബാസ്റ്റ്യൻ വരെ പ്രാർത്ഥനയ്ക്കായി ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. മഹത്വത്തിന്റെ പ്രത്യാശയായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനും ഞങ്ങളുടെ രക്ഷിതാവും ഞങ്ങളുടെ കർത്താവുമായുള്ളവയെ അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾക്ക് കടന്നു വരുവാനും ചില മണിക്കൂറുകൾ ഞങ്ങൾക്ക് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ തക്കോണം ഇടയാകുകയും ചെയ്തോർത്ത് നന്ദിയോടുകൂടെ അങ്ങയെ സ്തുതിക്കുന്നു. മരുവിലെ അരുവിയിലൂടെയുള്ള യാത്രയാണ് ഇതുവരെ വ്യത്യസ്തമായ രാജ്യങ്ങളിൽ നിന്ന് സഹോദരി സഹോദരന്മാർ പാടിക്കൊണ്ടിരുന്നത്. കർത്താവേ, ആ ഗാനങ്ങളിൽ ഞങ്ങളുടെ ആത്മീയമായ മുന്നേറ്റത്തിന് ആവശ്യമാകുന്ന ദൈവകൃപ അവിടുന്ന് വ്യാപരിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളുടെ ജീവിതം മുൻപോട്ട് നയിക്കപ്പെടുന്നതിന് അതെല്ലാം ബലവും ശക്തിയുമായിട്ട് അനേകരുടെ ജീവിതത്തിൽ പ്രയോജനകരമായി തീരുവാൻ തക്കം ഇടയാകുന്ന സ്തോത്രം ചെയ്യുന്നു. പെർത്ത് ഇന്ത്യൻ ബ്രദറൻ ക്രിസ്ത്യൻ ബ്രദറൻ ചർച്ചിന്റെയും ശാലേം ഗോസ്പൽ മിനിസ്ട്രിയുടെയും ആഭിമുഖ്യത്തിൽ ചില വർഷങ്ങളായി ചെയ്തു വരുന്ന ഈ ശുശ്രൂഷയെ കർത്താവ് ആദരിക്കുന്നതോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. വ്യത്യസ്തമായ കർത്താവെ പ്രോഗ്രാമുകൾ ഈ സൂമിലൂടെ നിർവഹിക്കപ്പെടുവാൻ തക്കണം കഴിഞ്ഞ നാളുകൾ ഇടയാക്കി നന്ദിയോടുകൂടെ അങ്ങ് സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഇടയിലെ അനേക ദൈവമക്കൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ആത്മീയമായ കഴിവുകൾ ഈ നിലയിൽ പ്രയോജനപ്പെടുത്തുവാൻ തക്കണം ഇടയാകുന്നതോട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ യുവതിവാക്കന്മാരായ സഹോദരന്മാർ അവർ ആയിരിക്കുന്ന സ്ഥലത്ത് വിശ്വസ്തയോടെ കർത്താവിനെ സ്നേഹിക്കുകയും അവർ ഉൾപ്പെട്ടിരുന്ന സരസഭകളിൽ അവിടെയുള്ള പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹമായിരിക്കുകയും ചെയ്യുന്ന സ്തോത്രം ചെയ്യുന്നു. അത് പൊതുവിലുള്ള ജനങ്ങൾക്ക് പങ്കുവച്ചു കൊടുക്കുന്നതിന് ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന കഴിവുകളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. വരുന്ന നാളുകളിൽ അത് അവിടുത്തെ മഹത്വത്തിനായിട്ട് തിരുവാന്തക്കോണം ഇനിയും അവർക്ക് ആയുസ്സും ആരോഗ്യവും നൽകിക്കൊടുത്ത് കർത്താവ് നടത്തുവാൻ ഞാൻ നമ്മുടെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രതിയാൽ ആന്റണിയെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രായത്തിന്റെ ക്ഷീണാവസ്ഥയിലൂടെ അങ്ങയുടെ ദാസൻ ഇപ്പോൾ കടന്നുപോവുകയാണ്. ദൈവം കൊടുത്ത ആ വലിയ ആരോഗ്യമുണ്ടായ സമയത്ത് വ്യത്യസ്തമായ നിലകളിൽ കർത്താവിന്റെ ദാസൻ അവിടുത്തെ ശുശ്രൂഷകൾ നിർവഹിച്ചുകൊണ്ടിരുന്നു. ലഹരികൾ
ട്രെയിനിലൂടെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ വിതരണം ചെയ്യുന്നതിന്, പരസ്യങ്ങളിൽ കർത്താവെ ശ്രദ്ധ ചെലുത്തുന്നതിന്, ജയിൽ ഇവാഞ്ചലിസത്തിലൂടെ അനേകരോട് കർത്താവിന്റെ വചനം പറയുന്നതിനും ഒക്കെ ഇടയായിട്ടുണ്ടെന്നോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് ആ പ്രവർത്തനത്തിൽ ഏർപ്പെടുവാൻ തക്കണം ഇടയായതോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. താൻ അനേക ഗാനങ്ങൾ, 200-ലധികം ഗാനങ്ങൾ തനിക്ക് രചിക്കുവാൻ തക്കണം ദൈവം അനുവാദം കൊടുത്തു. എത്രയോ മനോഹരമായ ഗാനങ്ങളാണ്. 84-ാം സങ്കീർത്തനം, ഹാ മനോഹരം യാഹേ നിന്റെ ആലയം. ആ ആലയത്തിന്റെ വർണ്ണന സങ്കീർത്തനത്തിലൂടെയും പാട്ടിലൂടെയും അത് ഞങ്ങൾക്ക് ലഭിച്ചതോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ഓരോ പുത്രന്മാരത് സങ്കീർത്തനങ്ങളിലൂടെ 84-ാം സങ്കീർത്തനം കൊണ്ട് തന്നുവെങ്കിൽ അത് ഗാനരൂപത്തിൽ അങ്ങയുടെ ദാസന് അത് നൽകി കൊടുക്കുവാൻ തക്ക ഇടയായതോർത്ത് സ്തോത്രം ചെയ്യും. ആ നിലയിൽ അങ്ങയുടെ ദാസന് 10-ലധികം പുസ്തകങ്ങളൊക്കെ എഴുതുവാൻ ദൈവം അനുവദിച്ചു. അതെല്ലാം വരുന്ന തലമുറകൾക്ക് ഏറ്റവും പ്രയോജനകരമായി തീരുമെന്ന് നമ്മൾ സഹായിക്കണം. ദൈവം തനിക്ക് ദാനമായി നൽകി കൊടുത്ത കർത്താവെ 3 മക്കൾ, അവര് കുടുംബസ്ഥരായി വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ അവര് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ദൈവം ആക്കിയിരിക്കുന്ന സ്ഥലങ്ങളിൽ ആയിരിക്കുന്നു. ജോബി ജോൺ സഹോദരനെയും കുടുംബത്തെയും അവര് പേർലിൽ മജ്ലിസ് അസംബ്ലിയിൽ കർത്താവിനെ ആരാധിക്കുകയും അവിടെയുള്ള ദൈവജനത്തോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. അവരെ അധികമായി സഹായിച്ച് അനുഗ്രഹിക്കണം. കർത്താവിന്റെ നാമം എല്ലാ നിലയിലും മഹിമപ്പെടുവാൻ നമ്മൾ സഹായിക്കണം. ഗാനങ്ങൾ ആലപിച്ച എല്ലാ മക്കളെയും ലീഡ് ചെയ്ത അഗസ്റ്റിൻ കെ മാത്യു ബ്രദർ പ്രത്യേകം ഞങ്ങൾ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇതിനു മുൻപും കർത്താവെ ഈ നിലയിൽ അനേക ശുശ്രൂഷ ചെയ്യുവാൻ തക്കണം അങ്ങയുടെ ദാസനെ ഉപയോഗിച്ചു. കർത്താവിന്റെ വയലിൽ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ ദാസനെ ഓർത്ത് പ്രത്യേക പ്രാർത്ഥന. ഈ സൂം മീറ്റിംഗിൽ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്ന് കർത്താവെ പ്രവേശിച്ച എല്ലാ പ്രിയപ്പെട്ടവരോട് പ്രത്യേക പ്രാർത്ഥിക്കുന്നു. രാഴ്ച ന്യൂയോർക്കിൽ കയറി സംബന്ധിക്കുവാനും പ്രാർത്ഥന ലീഡ് ചെയ്യുവാനും ഇടയായതോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങയുടെ ദാസനെയും കുടുംബത്തെയും പ്രത്യേക ശാരീരികമായ പ്രയാസങ്ങൾ കടന്നു പോകുന്ന സഹോദരിയെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. തുടർന്നും അവിടുത്തെ നാമം മുഖ്യപ്പെടണേ. പ്രത്യേക മേരിക്കുട്ടി ആന്റിയുടെയും ജോൺ ചെറിയാൻ ബ്രദറിന്റെയും അവരുടെ പിതാവ് ഈ ലോകത്ത് യാത്ര പറഞ്ഞതിന്റെ വൈഷമ്യവും പ്രയാസവർക്കുണ്ട് കർത്താവെ. എങ്കിലും അതിന്റെ മധ്യത്തിലും ദൈവിക കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. അവരെയും കുടുംബമായി ധാരാളമായി സഹായിക്കുക, അനുഗ്രഹിച്ചേർന്ന്. ജോണിച്ചാന് ശാരീരികമായ പ്രയാസമുണ്ട്, സൗഖ്യം കൊടുക്കുവാൻ ഞങ്ങളെ കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചു അനുഗ്രഹിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗ് സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരോർത്ത് അവരുടെ കുടുംബങ്ങൾ അവർ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുനാമം മഹിമപ്പെടണം. യേശു കർത്താവിന്റെ പൊന്നുനാമത്തിൽ വിനയമായും താഴ്മയും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന അവിടുന്ന് കേട്ടിത്തുടർന്ന് വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗീയ പിതാവേ, ആമേൻ.